ഹല്ലേലൂയ ന്യൂസിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ഒരു പുത്രത്വത്തിൻ്റെ വിശ്വാസം എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മൾ കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതൊരു പക്ഷേ ചില എപ്പിസോഡുകളിലേക്ക് തുടർന്നേക്കാം. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു പദമാണ് സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളത്. എന്താണ് സ്പിരിച്വൽ വാർഫെയർ? അതെങ്ങനെയാണ് നടത്തേണ്ടത്? ഒരു പുത്രൻ ദൈവരാജ്യത്തിൽ ആ സ്പിരിച്വൽ വാർഫെയറിൽ ഏർപ്പെടുന്നത് എങ്ങനെയാണ്? വിശദാംശങ്ങൾക്ക് വേണ്ടി വിനോദ് ചാക്കോയിലേക്ക്. പ്രൈസ് ദി ലോർഡ്. യെസ്. ഹല്ലേലൂയ. സാറേ, ഈ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുമ്പോഴേ നമ്മൾ എപ്പോഴും ഈ ഒരു സൈനികൻ്റെ, പഴയ റോമൻ സൈനികൻ്റെ ഓർമ്മയാണ് മനസ്സിലേക്ക് വരുന്നത്. പടച്ചട്ട, കയ്യിലൊരു പരിച, വാള്, തലയിലൊരു ശിരസ്ത്രം, ഹെൽമെറ്റ്, ഇതൊക്കെയായിട്ടുള്ള ഒരു ടിപ്പിക്കൽ റോമൻ പടയാളിയുടെ രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക്. കാരണം പൗലോസ് അത് അങ്ങനെ വരച്ച് കാണിച്ചേക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ആ മനസ്സിൽ അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ തന്നെ ഈ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത് എത്രത്തോളം കൃത്യമായി ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതങ്ങനെ പഠിപ്പിക്കുന്നത് വളരെ കുറവാണ്. എന്നാൽ അത് സംബന്ധിച്ച് കുറേ പുസ്തകങ്ങളുണ്ട് സ്പിരിച്വൽ വാർഫെയറുമായിട്ട് ബന്ധപ്പെട്ട്, ധാരാളം പുസ്തകങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ പുത്രത്വം അത്ര അധികം പുസ്തകങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ ഈ സ്പിരിച്വൽ വാർഫെയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്പിരിച്വൽ വാർഫെയറിന് തന്നെയാണ് കൂടുതൽ പുസ്തകങ്ങളുള്ളത്. എങ്കിലും അത് എന്ത് ചെയ്യുന്നില്ല, അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല. എല്ലാവരും ആ വാക്ക് പറയുന്നു എന്നുള്ളതല്ലാതെ അത് വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്തു പറയുന്നു? സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുമ്പം തന്നെ അതൊരു യുദ്ധമാണ്. അതെ, യുദ്ധത്തിൽ ഒരു ശത്രുവുണ്ട്, യുദ്ധം ചെയ്യുന്ന പടയാളികളുണ്ട്, ആയുധങ്ങളുണ്ട്. നീ ജയിച്ച് നിൽക്കേണ്ടിയില്ലെങ്കിൽ നിനക്ക് ചെയ്തു തീർക്കേണ്ട ഒരു ദൗത്യമുണ്ട് അതിൻ്റെ അകത്ത്. അതെ, അല്ലേ? ഇതിൻ്റെ അകത്ത് നമുക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ ശത്രു എന്തിനു വേണ്ടിയാണ് പ്രയത്നിക്കുന്നതെന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് യുദ്ധം ജയിക്കും. ശത്രുവിൻ്റെ ലക്ഷ്യം മനസ്സിലാവും. ശത്രുവിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് പിടികിട്ടിയാലേ യുദ്ധത്തിൽ നമുക്ക് ശരിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, മനസ്സിലായില്ലേ? നമ്മൾ നോർമലി സ്പിരിച്വൽ വാർഫെയർ എന്നൊക്കെ പഠിക്കുന്നത് എന്താ, പൊതുവായിട്ടുള്ള ഒരു യുദ്ധമാണ്. യുദ്ധത്തിൽ എന്താ, ശത്രുവിനെ തകർക്കാൻ വരുന്നു, ശത്രു ഉടച്ചു കളയും, ശത്രു തകർത്ത് കളയും, നീ പ്രാർത്ഥനയിൽ ഉറ്റുനോക്കിയിരിക്കണം. അപ്പോഴും ചോദിക്കുന്നത്, ശത്രു എന്തിനു വേണ്ടിയാണ് വരുന്നത്? ശത്രു നിന്റെ വീട് കെട്ടുകൊണ്ടുപോകാൻ വരുന്നുണ്ടോ? അല്ലാതെ നമ്മൾ മുദ്രയിടുന്ന മൊത്തം അവിടെയാണ്. വീടിനെ മുദ്രയിടുന്നു, കുഞ്ഞുങ്ങളെ മുദ്രയിടുന്നു, കാറിനെ മുദ്രയിടുന്നു, ബൈക്കിനെ മുദ്രയിടുന്നു, ജോലികളെ മുദ്രയിടുന്നു. ശത്രു ഉദ്ദേശം എന്താണ്? യുദ്ധത്തിൽ ശത്രു എന്തോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും ഒക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ആസ് എ സൺ, ഒരു പുത്രനെ സംബന്ധിച്ചിടത്തോളം കാലം ശത്രു എന്തായിരിക്കും ഒരു യുദ്ധത്തിൽ ഒരു പുത്രനെ കൊണ്ട് ശ്രമിപ്പിക്കുന്നത് എന്തായിരിക്കും? പുത്രനെ യുദ്ധത്തിൽ എപ്പോഴും ശത്രു ഇവൻ പുത്രനാകുന്നത് എപ്പോഴാ? ഇവൻ പുത്രനാകണമെങ്കിൽ വചനത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് ഇവനെ പുത്രൻ എന്ന് വിളിക്കുന്നത്. അപ്പം ശത്രു യുദ്ധം ചെയ്യുന്ന എന്തിനായിരിക്കും? അവന്റെ ആ ഉറച്ചുള്ള നിപ്പിനെ ഉടച്ചു കളയാനാണ്. അവിടെയാണ് നമുക്ക് വചനത്തിൽ അവനെ തെറ്റിച്ച് കളയുക. അവിടെയാണ് യുദ്ധത്തിന്റെ പ്രാധാന്യവും യുദ്ധത്തിന്റെ ശൈലിയും യുദ്ധം എങ്ങനെ ചെയ്യണമെന്നുള്ളതും ഒക്കെ വരുന്നത് അവിടെയാണ്. കാരണം ആയുധങ്ങളിൽ നമുക്ക് ഒന്ന് നമ്മുടെ ശിരസ്ത്രമാണ്, അത് രക്ഷ എന്ന് പറയുന്നത് സാൽവേഷൻ. അതെ. പിന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ
ആ ഷീൽഡ് പരിചയമാകുന്ന നീതിയാകുന്ന. സാറേ, നമ്മൾ ഈ പറഞ്ഞ വാക്യം, അതായത് പിന്നെ ഈ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ എന്നുള്ള ആ വാക്യങ്ങൾ കിടക്കുന്നത് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിലാണ്. അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പീൻ. രക്ഷയെന്ന ശിരസ്ത്രവും ദൈവോചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഇതാണ് വാക്യം. ആമേൻ. ഓക്കെ. അപ്പം തലയ്ക്കുള്ള ശിരസ്ത്രം രക്ഷയാണ്, പരിച നീതിയാണ്, അതെ, സത്യമെന്ന് പറയുന്ന നടുക്ക് ബെൽറ്റാണ്, വാള് സുവിശേഷം എന്ന് പറയുന്ന ചെരുപ്പാണ്. ഇത്രയും സാധനം നമുക്ക് എന്താ പറയുന്നത്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന സാധനമാണ്. ഇത് വെച്ച് നമ്മൾ യുദ്ധം ചെയ്യുന്നില്ല, ഇതെല്ലാം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. വാള് മാത്രമേ ഉള്ളൂ. നമ്മളപ്പം ഡിഫൻസ് ചെയ്യുന്ന 2 ആയുധങ്ങളേ ഉള്ളൂ, ഒന്ന് വാളും ഒന്ന് പരിചയം. അല്ല, അറ്റാക്ക് ചെയ്യുന്നത് അല്ല, ഡിഫെൻഡ് ചെയ്യുന്ന സാധനം. അറ്റാക്ക് ചെയ്യുന്നത് വാളുണ്ട്, ഡിഫെൻഡ് ചെയ്യുന്നത് പരിചയം. ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക് നമ്മുടെ പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. അത് ആർക്കും എടുത്തു മാറ്റാനും പറ്റത്തില്ല. അത് ഓൾറെഡി ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ആയുധങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രക്ഷയാണ്. ഓക്കെ, നമ്മൾ ഇനി ഒരിക്കലും നമ്മുടെ രക്ഷ എടുത്തു കളയാൻ പറ്റത്തില്ല. ഹെൽമെറ്റ് ആയിട്ടിരിക്കുക സാധനം. നമ്മുടെ ഇത് നീതിയായിട്ടാണ് കിടക്കുന്നത്, കവചം എന്ന് പറയുന്ന സാധനം അവിടെ ഇത് കിടക്കുന്ന ബെൽറ്റാകുന്ന സത്യം, വചനമാകുന്ന സത്യം, സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റത്തില്ല. അത് നമ്മുടെ പ്രൊട്ടക്ഷൻ കംപ്ലീറ്റ് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനമാണ്. പിന്നുള്ളത് നമുക്ക് ആക്റ്റീവായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന സാധനമാണ് 2 എണ്ണം. ഒന്ന് വചനം എന്ന വാളും, പിന്നെ ഫെയ്ത്ത് എന്ന് പറഞ്ഞ ഷീൽഡും. ഈ ഫെയ്ത്ത് എന്തിനെ കവർ ചെയ്യുന്നത്? ഫെയ്ത്ത് എന്ന് പറയുന്നത് നിന്റെ ആശയ്ക്കുള്ള ഉറപ്പും നിശ്ചയവുമാണ് വിശ്വാസം എന്ന സാധനം. ഈ വിശ്വാസം എന്ന് പറയുന്ന ഇത് എന്തിനാ നമ്മളെ കവർ ചെയ്യുന്ന? എന്തിനാ? ദൈവം കേട്ട ശബ്ദത്തെയാണ് ഈ ഷീൽഡ് കൊണ്ട് കവർ ചെയ്യുന്നത്. അതൊന്നുകൂടെ വിശദീകരിച്ചേ. യുദ്ധം എന്ന് പറയുന്നത് എൻ്റെ അവകാശം നേടിയെടുക്കുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. അതെ, അല്ലെങ്കിൽ അവകാശം അപഹരിക്കാൻ വരുന്നവനെതിരെ ഡെയിലി നീഡ്സ് ആണ് നമ്മുടെ ഇപ്പം ഈ യുദ്ധം ചെയ്ത് നമ്മൾ എടുക്കുന്ന സംഭവം. നമ്മുടെ പേരിൽ നമുക്ക് അവകാശമുള്ളത് ശത്രു കൈവശം ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് യുദ്ധം ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മൊത്തം ടോട്ടലി ഒരു പ്രെയർ ആയിട്ട് കൺസിഡർ ചെയ്യാം നമുക്ക്. ഓക്കെ, ഈ യുദ്ധത്തെ മൊത്തം പ്രെയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പം നമ്മൾ നമ്മുടെ നിങ്ങൾക്കൊരു 5 ഏക്കർ സ്ഥലമുണ്ട്. അതിൻ്റെ അകത്ത് ഒരു 4 ഏക്കർ സ്ഥലത്ത് കയറി എടുത്ത് വേറെ ഒരാൾ വേലിയിട്ട് എൻക്രോച്ച് ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെതിരെ പരാതിപ്പെടും, ഇപ്പോൾ കോർട്ടിൽ പോകും അല്ലേ? ഇപ്പം നമ്മുടെ ഒരു സാധനം എൻക്രോച്ച് ചെയ്തിരിക്കുക, നമുക്ക് കിട്ടേണ്ട ഒരു സാധനമാണ്. അത് ശത്രു തരത്തില്ലെന്ന് വാദിക്കുക. നമ്മളിപ്പോൾ എവിടെ പോകണം? കോർട്ടിൽ പോകണം. നമ്മുടെ പ്രെയർ റൂം എന്ന് പറയുന്നത് കോർട്ട് റൂമാണ്. ഓക്കെ, അത് നമുക്ക് കിട്ടേണ്ട വസ്തു നമ്മുടെ പിതാവിൽ നിന്നാണ് കിട്ടേണ്ടത്. ഓക്കെ, ഈ സിസ്റ്റം ആർഗ്യൂ ചെയ്യും ഇവന് യോഗ്യതയില്ല കിട്ടാനെന്ന്. ഇവിടുത്തെ സിസ്റ്റം പറയും ഇവന് ഒരു യോഗ്യതയില്ല കിട്ടാനെന്നുള്ളത്. കാരണം ഇവൻ പാവപ്പെട്ടവനാണ്, ഇവൻ ദരിദ്രനാണ്, ഇവൻ ബുദ്ധിയില്ല, ഇവൻ പഠിച്ചിട്ടില്ല, വിദ്യാഭ്യാസം ഇല്ല, ഇവൻ ഇതെല്ലാം ഉള്ളവനാണെങ്കിൽ ഇവൻ തലയ്ക്ക് ശരിയില്ല, ചിന്തിക്കാൻ ശരിയില്ല, ഇതും പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവൻ ജനിച്ച കുടുംബം ശരിയല്ല, ഇതും പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ വക്കീൽ വരുന്നത്. ആരാണ് നമ്മുടെ വക്കീല്? പരിശുദ്ധാത്മാവ്. എന്തുകൊണ്ടാണ് വക്കീൽ വേണ്ടിയത്? നമുക്ക് വാദിക്കാനായിട്ട്
കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഒന്ന്, ഈ കോർട്ട് റൂമിൽ നമ്മുടെ എമോഷൻ വർക്കാകത്തില്ല. അവിടെ നീതി ന്യായവും അവിടെ ന്യായം, അവിടെ ലോയ വർക്ക് ലോയ. ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ പറഞ്ഞ എമോഷനിൽ സംസാരിക്കാനേ നമുക്കറിയത്തുള്ളൂ, നമുക്ക് ലോ അറിയത്തില്ല. കാരണം നമ്മുടെ നഷ്ടപ്പെടുന്ന നമുക്ക് അതിന്റെ ആ വേദന നമ്മൾ സംസാരിക്കുന്നത് ഈ കോടതിയിലും ഈ എമോഷൻ വെച്ചോണ്ട് പോയ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ സ്വർഗത്തിൻ്റെ കോടതിയിലും അത് നടക്കത്തില്ല. അത് അവിടെയാണ് പരിശുദ്ധാത്മാവ് എൻട്രി ചെയ്യുന്നത്. ഇപ്പം പരിശുദ്ധാത്മാവ് എൻട്രി ചെയ്തു, വാദിക്കുവാണ്, ഇല്ല ഇവന് യോഗ്യമുണ്ട്, ഇവൻ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഇവൻ ദൈവപുത്രൻ്റെ യോഗ്യതയുണ്ട്, ദൈവരാജ്യത്തിൻ്റെ കുടുംബത്തിൽ ചേർക്കപ്പെട്ടവനാ എന്നും പറഞ്ഞ് ഇവൻ വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധാത്മ വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നിൽക്കണം. അപ്പം നമ്മൾ തിരിച്ചു പറഞ്ഞാൽ പോയി, പിന്നെ വാദം പൊളിഞ്ഞു പോയി. മനസ്സിലായി? അപ്പം അവിടെയാണ് ഇപ്പം പരിശുദ്ധാത്മാവ് പറയുന്നത്, ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ വീടിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പം എനിക്ക് ഇപ്പം എന്തോ പറഞ്ഞിരിക്കുന്നത്, മകള് വളരുമ്പോൾ തരാന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? കിട്ടും എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ സിസ്റ്റം പറയുകയാണ് ഇവന് വീടോ കിട്ടത്തില്ല. എവിടെ നിന്ന് കിട്ടാനാ? ഒരു മനുഷ്യൻ ലോൺ കൊടുക്കത്തില്ല, ഇവന് ലോൺ തരത്തില്ല, ഒരു മനുഷ്യൻ സഹായിക്കത്തില്ല. ഇവന് എവിടെ നിന്ന് കിട്ടാൻ? ഇവൻ്റെ അപ്പന് ദരിദ്രമായിരുന്നു, ഇവനും ദരിദ്രമാണ്, ഇവൻ്റെ വീട്ടിൽ ഒരു കുടുംബത്തിൽ ഒരുത്തന് പോലും വീടില്ല, ഇവൻ എങ്ങനെ വീട് കിട്ടും എന്നും പറഞ്ഞ് ഇവിടുത്തെ സിസ്റ്റം വാദിക്കുക. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഇല്ല, ദൈവത്തിൻ്റെ പുത്രനാ, ഇവൻ ഇവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ ശ്രേഷ്ഠമായി ജീവിക്കാനുള്ള അർഹത മുഴുവനുണ്ട്. പിന്നെ അവനോട് ദൈവം പറഞ്ഞിട്ടുണ്ട് ഇന്നത് സമയത്ത് തരുമെന്നുള്ളത്. അപ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇത് ദൈവം തരാമെന്ന് പറഞ്ഞൊക്കെ ഞാൻ മറന്നുപോയി. അയ്യോ, ഞാൻ യോഗ്യനല്ലേ, ഞാൻ മണ്ണാണേ, ഞാൻ പുഴുവാണേ, പൊടിയാണേ, ഞാൻ അയോഗ്യനാണ്, എന്നെ സഹായിക്കണേ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കി. ആ വക്കീലിന്റെ അവസ്ഥ. ഡിഫൻസ് മുഴുവൻ പൊളിഞ്ഞു പാളീസായി. അപ്പോൾ ഫെയ്ത്ത് എന്തിനാ തന്നിരിക്കുന്നത്? ഈ നിൽക്കുമ്പോൾ വാദിക്കുമ്പം നിനക്ക് നീ ദരിദ്രമാണ്, നിന്റെ അപ്പനില്ലായിരുന്നു, നിന്റെ അമ്മയ്ക്കില്ലായിരുന്നു എന്നൊക്കെ വരും. ഈ ഫെയ്ത്ത് ഷീൽഡായിട്ട് എന്തിനാ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ദൈവം പറഞ്ഞ ശബ്ദം നിനക്ക് തരാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ശബ്ദത്തെ കാക്കുന്നതാണ് ഷീൽഡ് എന്ന സാധനം, ഫെയ്ത്ത് എന്ന സാധനം. എവിടുന്നാ ഷീൽഡ് കാക്കുന്നത്? ഷീൽഡ് എന്തിൽ നിന്നാണ് കാക്കുന്നത്? ശത്രുവിൻ്റെ അമ്പുകളിൽ നിന്ന്, തീയമ്പെന്ന് അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത്, തീയമ്പുകളിൽ നിന്ന്. തീയമ്പെന്ന് പറയുന്ന സാധനം എന്തിനാ വരുന്നത്? ഈ പറഞ്ഞ കേട്ട ശബ്ദത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന തീയമ്പ്. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്ന സാധനം കവർ ചെയ്യുന്ന സാധനമാണ് ഷീൽഡ് എന്ന സാധനം. അപ്പം ഈ പറഞ്ഞ 24 മണിക്കൂറും ഈ ഫെയ്ത്ത് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കണം, ദൈവം തന്ന ശബ്ദത്തെ കവർ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നമ്മളുടെ എമോഷനിലൊന്ന് സംസാരിച്ചു പോയോ, ഈ യുദ്ധത്തിൽ ഇവിടുത്തെ വാദം നടന്നുകൊണ്ടിരിക്കുന്നതിൽ പരിശുദ്ധാത്മാവ് പരാജയപ്പെടും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ചർച്ചിൽ, നിന്റെ ശബ്ദം നിനക്ക് ശാപമായി വരരുത്, ശാപമായി ആകും. വരരുതല്ല, നിന്റെ ശബ്ദമാണ് നിന്റെ ഏറ്റവും വലിയ ശാപം. കാരണം നിന്റെ നാക്കിൻ്റെ മേൽ ജീവൻ കിടക്കുക, മരണവും നാക്കിൻ്റെ മേൽ കിടക്കുക. വചനമാണ് പറയുന്നത്. യാക്കോബിന്റെ പുസ്തകത്തിൽ പറയുന്നത്, ഒരു പടക്, ചെറിയൊരു ചുക്കാണി എന്ന് പറയുന്നത്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അപ്പം നമ്മുടെ നാക്ക് ദൈവം തന്നിരിക്കുന്നത്
നമുക്ക് ബോധിക്കുന്ന അല്ലെങ്കിൽ നല്ലതെന്ന് ബോധിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് പറയുന്ന നല്ലതെന്ന് പറയുന്ന ദിക്കിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആങ്കറിങ് റഡാറാണ് നമ്മുടെ നാക്കെന്ന് പറയുന്ന ചുക്കാൻ എന്ന് മലയാളത്തിൽ സാധനം. അപ്പോൾ ആദ്യത്തെ ഉദാഹരണത്തിൽ പറഞ്ഞത് കുതിരയുടെ കടിഞ്ഞാൺ ഇട്ടിട്ട് അവന്റെ ശരീരത്തിനെ തിരിക്കുന്നു, ഏത് വശത്തോട്ട് തിരിക്കണോ ആ വശത്തോട്ട് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചുക്കാനാണ്. നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരം പറയുന്നത് പോലെയാണ് നമ്മളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ശരീരമായി പറയുന്നത് നിന്റെ കയ്യിലില്ല, നിന്റെ അപ്പം ദരിദ്രമായിരുന്നു, നിന്റെ കുടുംബം നല്ലതല്ല, ഇതൊക്കെ ശരീരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന വശത്തേക്ക് തിരിക്കണമെങ്കിൽ എൻ്റെ നാക്കുകൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. നാക്കാണ് നമ്മുടെ ചുക്കാനായിട്ട് വർക്ക് ചെയ്യേണ്ടത്. അത് എന്താണ് നാക്കിൽ കൂടെ പറയേണ്ടത്? പരിശുദ്ധാത്മാവ് എന്ത് പറഞ്ഞോ അതായിരിക്കണം പറയേണ്ടത്. പക്ഷേ ഇത് പറയുന്നത് വീടായില്ലേ, ആകും, എൻ്റെ മകൾ വളരുമ്പോൾ എൻ്റെ വീടാകും, എനിക്കത് മതി. പക്ഷേ എവിടുന്ന പൈസ? എൻ്റെ മകൾ വളരുമ്പോൾ എൻ്റെ വീടാകും. വേറെ ഒന്നും പറയാനല്ല എന്നോ എനിക്ക് നാക്ക് തന്നിരിക്കുന്നത്. വേറെ അഭിപ്രായം മൊത്തം നീ പറയുന്നത് ശരീരം പറയുന്നത് കേട്ടാ പറയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാരണം വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന അധികാരം നാക്കേലാണ്. ഈ നാക്ക്, ഞാൻ എപ്പോഴും പറയും, പ്രാർത്ഥിക്കാൻ അറിയത്തില്ലേ, ദയവിട്ട് പ്രാർത്ഥിക്കണ്ട. പ്രാർത്ഥിച്ചിട്ട് ഉള്ള അനുഗ്രഹത്തെ കളയാൻ പോകരുത്. പ്രാർത്ഥിച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹം കളയരുത്. കാരണം പ്രയർ ഡേഞ്ചറാ. പാസ്റ്റർമാർ എങ്ങനെങ്കിലും ആളുകളെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാനായിട്ട് നോക്കുക. പ്രാർത്ഥിച്ചുള്ള അനുഗ്രഹത്തെ നിർത്തും. കാരണം പ്രാർത്ഥന ആയുധത്തിലൊന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ആയുധം വാള് ഉണ്ട് കയ്യിൽ, അതെ, വാള് ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിൽ സ്വന്തം കഴുത്തും പോവും. അത് ശരിയാണ്. പ്രയർ ആയുധമാണ്. പ്രയർ വെച്ച് കളിക്കരുത്. പ്രയർ എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കുക. പ്രാർത്ഥിച്ചില്ലെങ്കിലും നിന്റെ ദൈവം നിന്നെ പോറ്റിക്കൊള്ളും. പോറ്റത്തില്ലേ? തീർച്ചയായിട്ടും. പിന്നെ നീ പ്രാർത്ഥിച്ചില്ലെന്ന് പറഞ്ഞ് ദൈവം എന്നെ പട്ടിണി ഇടുവോ? ഇല്ല. ദൈവം എന്നെ ശ്രേഷ്ഠമായിട്ട് നടത്തും. പക്ഷെ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം. അപ്പം പ്രാർത്ഥനയിൽ ടങ് എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയുള്ള സാധനമാണ്, പവർഫുൾ സാധനമാണ്. നിങ്ങൾക്ക് ഏത് വശത്തോട്ട് പോകണമെന്ന് തിരിക്കാനുള്ള ശക്തിയുള്ളതാണ് നാക്കെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും നിങ്ങളുടെ പ്രയർ എന്ന് പറയുന്നത് ഏതോ ഒരു സമയത്ത് ചെയ്ത് തീർക്കേണ്ട സാധനമല്ല. പ്രയർ എന്ന് പറയുന്നത് എപ്പോഴും അത് കൺഫസ് ചെയ്യേണ്ട സാധനമാണ്. പ്രയർ എന്ന് എന്തോ ഒരു മനസ്സിൽ ഇല്ലാന്ന് തോന്നുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, അല്ലേ? എൻ്റെ മകൻ്റെ ഫീസ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവമേ എന്ന് വിളിക്കുന്നത്, അല്ലേ? മകൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ഉടനെ ദൈവമേ എന്നല്ല വരേണ്ടത്. മകൻ്റെ ഫീസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ദൈവശബ്ദമാണ് ആക്കി വരേണ്ടത്. ദൈവശബ്ദം വന്നു കഴിഞ്ഞാൽ പിന്നെ മകൻ്റെ ഫീസ് കെട്ടാനുള്ള ഓൾറെഡി കെട്ടിയെന്നുള്ളതാണ് അവിടെ വരുന്നത്. ദൈവമേ എന്ന് വിളിക്കുമ്പോഴത്തേനും ദാസനായി ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് വരുന്നത്. എന്നാൽ എനിക്ക് വീടിൻ്റെ വാടക എന്ന് പറയുമ്പം തന്നെ അത് അടച്ചു കഴിഞ്ഞു, തീർന്നു പരിപാടി. അത് പുത്രൻ്റെ പ്രാർത്ഥനയത്, അല്ലെങ്കിൽ അപ്പം നോക്കിക്കോളും, തീർന്നു പരിപാടി. അപ്പോൾ നമ്മുടെ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത് നമ്മൾ ആരാണ്ടെ അടിച്ച് തകർക്കുക അല്ല ചെയ്യേണ്ടത്. നമ്മൾ നാക്കിനെ കംപ്ലീറ്റ്ലി ഡിസിപ്ലിൻഡ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പിരിച്വൽ വാർഫെയറിൽ ചെയ്യേണ്ടത്. വാക്കുകളെ നിയന്ത്രിക്കുക. വിശ്വാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ശത്രുവിൻ്റെ അമ്പുകളൊന്നും ദൈവത്തിൻ്റെ കേട്ട ശബ്ദത്തെ തൊടാതെ കാക്കുക. രണ്ടാമത് വാളാണ്. വാളെന്ന് പറയുന്നത് കേട്ട ശബ്ദമാണ്, വചനമാണ് വാളെന്ന് പറയുന്ന സാധനം. ഈ കേട്ട ശബ്ദമില്ലെങ്കിൽ വചനം കൊണ്ട് ഈ ശത്രുവിൻ്റെ അമ്പുകൾ എന്ത് ചെയ്യണം? വെട്ടിക്കളയും. സാറേ, ഈ നിന്റെ ജീവിതത്തിനെതിരെ പോരാടുന്ന ദുഷ്ട പോരാട്ടങ്ങൾ, അന്ധകാര ബന്ധനങ്ങൾ എവിടെ? ബൈബിളിൽ എവിടെയാ? എൻ്റെ ജീവിതത്തിനോട് ആരും ദുഷ്ട പോരാട്ടവും അന്ധകാരവും ഒന്നും എനിക്കില്ല. നമ്മിൽ തന്നെയുള്ള പോരാട്ടങ്ങളേ ഉള്ളൂ.
നമ്മൾ ഇപ്പോൾ പറഞ്ഞ സ്വർഗീയ ദുരാത്മ സേനകളും ശക്തികളും ഇതെല്ലാം പോരാടുന്നത് എന്തുകൊണ്ടാണ്? നീ ഈ കേട്ട ശബ്ദത്തിൽ നിൽക്കാതിരിക്കാൻ നിന്നെ ലോകത്തിൻ്റെ ചിന്തയിലും ബുദ്ധിയിലും ഇടാനുമാണ് ശ്രമിക്കുന്ന ഒറ്റ ഒരു യുദ്ധമാണ് പുത്രനെ കുറിച്ചുള്ളത്. അപ്പോൾ സാത്താന്യ ശക്തികൾ നമുക്കെതിരെ വേറെ പോരാട്ടമൊന്നും നടത്തുന്നില്ല. ബൈബിളിലൊന്നും പറഞ്ഞിട്ടില്ല. ബൈബിളിൽ ആകെ പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു അധ്യായത്തിലും കൊരിന്ത്യർ ലേഖനത്തിലുമാണ് പറയുന്നത്. രണ്ട് സ്ഥലത്താണ് പോരാട്ടം എന്നുള്ള വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ രണ്ടിടത്തും അവിടെ ഈ പറഞ്ഞ അനുസരണത്തിൻ്റെ തികവിനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പിടിച്ചടക്കുന്ന മനസ്സിൻ്റെ ചിന്തകൾ പിടിച്ചടക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് പുത്രനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ സാൽവേഷൻ, ഈ സാൽവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് സ്പിരിറ്റിൽ എൻ്റെ ആത്മാവാകുന്ന എന്നെ കർത്താവ് രക്ഷിച്ചു. നിന്ന് ദൈവത്തോട് സംബന്ധമില്ലായിരുന്നു, ശബ്ദം കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നെ അവിടുന്ന് രക്ഷിച്ചിട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നിട്ട് ദൈവശബ്ദം കേൾക്കുമാറാക്കി. അത് ആത്മാവിൻ്റെ സാൽവേഷനാണ്, രക്ഷയാണ്. രണ്ടാമത്തെ രക്ഷ നടക്കേണ്ടത് എൻ്റെ മനസ്സിനാണ്. ഈ മനസ്സ് എന്ത് ചെയ്യണം? പുതുക്കം പ്രാപിക്കണം. ഈ മനസ്സ് എന്ത് ചെയ്യണം? ഇതുവരെയും ശരീരത്തെ കേട്ട് അനുസരിച്ചുകൊണ്ടാണ്. ശരീരം ആരെ അനുസരിച്ചുകൊണ്ടിരുന്നത്? ഈ ശരീരം ആരുടെ കീഴിലായിരുന്നു? എഫേസ്യ ലേഖനം 2-ാം അധ്യായം വായിച്ച് 2:2. എഫേസ്യർ 2:2 അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. അപ്പോൾ മനസ്സിന് തോന്നിയതുപോലെയും ജഡത്തിന് തോന്നിയതുപോലെയും ആരുടെ അധീനതയാ? ഒന്നുകൂടെ വായിച്ചു, 1-ാം വാക്യം തൊട്ട് വായിച്ച ഒന്നുകൂടെ കുറച്ചുകൂടെ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പം നമ്മൾ യേശുവിൽ വരുന്നതിന് മുൻപേ നടന്നത് ഒരു ശക്തിയുടെ കീഴിലാണ്. അതെ, അത് ഏത് ശക്തിയാ? ഈ അനുസരണക്കേടിന്റെ ഈ ലോകത്തിൽ ഇപ്പോഴും വ്യാപരിക്കുന്ന ഇംഗ്ലീഷ് പ്രകൃതിയിൽ കോപത്തിന്റെ മക്കളായിരുന്നു. ആകാശത്തിന്റെ അധികാരത്തിന് അനുസരണക്കേടിന്റെ. As for you, you were dead in your transgressions and sins, in which you used to live when you followed the ways of this world. ഈ ലോകത്തിന്റെ രീതിയിൽ നടന്നു. ലോകത്തിന്റെ കാലഗതിയെയും എന്നാണ് ഇവിടെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നേക്കുന്നത്. Okay, followed the ways of this world and of the rulers of the kingdom of the air. ആകാശത്തിന്റെ അധികാരത്തിനും. And the spirit who now work at those who are disobedient. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. അതൊരു ആത്മാവാണ്. അതെ, അനുസരണക്കേടിന്റെ ഉള്ളിൽ നടക്കുന്ന വ്യാപരിക്കുന്ന ഒരു ആത്മാവാത്, ശക്തി. അത് അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരെങ്ങനെയാണ് നടന്നത്? അവർ ജഡത്തിലും വായിച്ചത് മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അത് എങ്ങനെയാണ് നടന്നത്? അവർ ജഡത്തിലും. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും മറ്റുള്ളവരെ പോലെ പ്രകൃതിയിൽ കോപത്തിന്റെ നടന്നു. അപ്പം ജഡമോഹവും
മനസ്സിൻ്റെ വികാരം, രണ്ട് വിഷയമാണ്. അപ്പം ഈ ജഡമോഹത്തിലും മനസ്സിൻ്റെ വികാരത്തിലും നടക്കുക എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഈ പറഞ്ഞ ലോകത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റൊരാത്മാവിൻ്റെ നിയന്ത്രണം. ഈ ലോകത്തിൻ്റെ ഒരു സിസ്റ്റത്തിന് ഒരു സ്പിരിറ്റ് ഉണ്ട്, പവറുണ്ട്, റൂളേഴ്സ് ഉണ്ട് ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിൽ. ഈ സിസ്റ്റത്തെ പേടിച്ചാണോ ഞാൻ നടക്കുന്നത്? ഈ സിസ്റ്റം എന്താ പറയുന്നത്? നീ ഡിഗ്രി പഠിച്ചില്ലെങ്കിൽ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല, പൈസ ഇല്ലെങ്കിൽ നീ പണക്കാരൻ അല്ല, പൈസ ഇല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നല്ല ഉന്നത കുടുംബത്തിൽ ജനിച്ചില്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ലോകത്തിൻ്റെ സിസ്റ്റം ഇതൊക്കെ. എഡ്യൂക്കേഷൻ, ഈ ലോകത്തിൻ്റെ സിസ്റ്റം എഡ്യൂക്കേഷൻ നിന്നെ ചെയ്ത് 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 നല്ലൊരു ദാസനായിരിക്കാൻ നിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു യജമാനനാകാൻ ആരും പഠിപ്പിക്കുന്നില്ല, വാഴാൻ പഠിപ്പിക്കുന്നില്ല. നമ്മൾ നല്ലൊരു സെർവൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൊത്തം മണി പഠിക്കുന്നില്ല അതിൻ്റെ അകത്ത്. ഗവൺമെൻറ് സെർവൻ്റ് എന്നല്ലേ നമ്മൾ പൊതുവെ പറയുന്നത്. അപ്പം ഈ ലോകത്തിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ കീഴിൽ നമ്മൾ ജഡത്തിൻ്റെ മോഹത്താലും മനസ്സിൻ്റെ മോഹത്താലും നമ്മൾ നടന്നവരാണ്, കുറേ വർഷങ്ങൾ നടന്നവരാണ്. അവിടുന്നാണ് നമ്മൾ ഈ ലോകത്തിൻ്റെ രാജ്യത്തിൽ പുത്രത്വത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നു. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. നമ്മളുടെ മനസ്സ് രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ, അവിടെയാണ് നമ്മളെ 90% ഈ മനസ്സ് രൂപാന്തരപ്പെട്ടിട്ടില്ല. എന്താണ് മനസ്സ് രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥം? മനസ്സ് രൂപാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. എന്താണ് അർത്ഥം? നമ്മുടെ പഴയ ജീവിത രീതിയെ മൊത്തം മാറ്റി പുതിയൊരു ജീവിത രീതിയിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ല, നിങ്ങൾ സാധാരണ പെന്തക്കോസ്റ്റൽ മാനസാന്തരപ്പെടണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് പറയുന്നത് പിന്നെ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്, അല്ലേ? അല്ല, മാനസാന്തരം കുറച്ചുകൂടെ നിങ്ങൾ പെന്തക്കോസ്റ്റൽ ഇതിൽ മാനസാന്തരം എന്താണെന്ന് പറഞ്ഞാൽ, പാപികളായിരുന്നു, ക്ഷമിക്കണമേ, തെറ്റുപറ്റിപ്പോയി, ഇനി ഞാൻ പാപം ചെയ്യത്തില്ല, ദൈവത്തോട് തിരിയുക എന്നുള്ള ഒരു പ്രോസസ്സിനെയാണ് മാനസാന്തരം എന്ന് പറയുന്ന സംഭവം. ഇവിടെ ഈ പാപം ചെയ്തു ഇനി പാപം ചെയ്യത്തില്ല എന്നുള്ളൊരു പ്രോസസ്സ് അല്ല അവിടെ വരേണ്ടത്. എന്താണ് മാനസാന്തരം എന്താണെന്ന് പറഞ്ഞാൽ, ഇതുവരെയും എൻ്റെ മനസ്സ് ഞാൻ ജഡത്തിനെ അനുസരിച്ചാണ് നടന്നത്. അതായിരുന്നു പാപം, നടപ്പാണ്, അതാണ് പാപം. ജഡത്തെ അനുസരിച്ചു എന്നുള്ളതാണ് പാപം. ജഡത്തെ അനുസരിച്ചു, ഈ ലോകത്തിന്റെ സിസ്റ്റത്തെ അനുസരിച്ചു എന്നുള്ളത് പാപം. നാളെ നീ ഇവിടുന്ന് വീട് വിട്ടിട്ട് മൈസൂർ ആന്ധ്രയിൽ പൊക്കോളാൻ പറഞ്ഞാൽ പോകാനുള്ള സിസ്റ്റം എന്നെ പിടിച്ചു വെച്ചതാണ് എൻ്റെ പാപം ഉണ്ടായിരുന്നത്. അപ്പം അവിടുന്നാണ് ഞാൻ മനസ്സ് തിരിഞ്ഞിട്ട് ഇപ്പൊ പരിശുദ്ധാത്മാവ് പറയുന്നതെല്ലാം ഞാൻ കേട്ടോളാം, നടക്കാൻ പോകുന്നു. അതാണ് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ഞാൻ കുടിച്ചു കർത്താവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞേ. അയ്യോ കർത്താവേ ഞാനൊരു വ്യഭിചാരം ചെയ്തു പോയേ എന്നെ ക്ഷമിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലെന്നേ, ഞാൻ ഈ ലോകത്തിനനുസരിച്ച് നടന്നേ എന്നെ ക്ഷമിക്കണമേ, അത് നമ്മൾ പറഞ്ഞിട്ടില്ല. അല്ല, നമ്മൾ പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ സാറേ, നമുക്കുള്ള ബോധ്യം വെച്ച് നമ്മൾ മറ്റേത് പറയുമ്പോൾ അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. അതിനകത്ത് അണ്ടർസ്റ്റാൻഡ് ആകുന്നില്ലല്ലോ. അണ്ടർസ്റ്റുഡ് ആയാൽ തിരിഞ്ഞ് നിങ്ങൾ നടക്കുമ്പോൾ ഫസ്റ്റ് ഡേ തൊട്ട് പരിശുദ്ധാത്മാവ് പറയുന്നതാണ് എൻ്റെ ലോകം എന്ന് മനസ്സിലാക്കിയത്. അണ്ടർസ്റ്റാൻഡ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ജഡത്തിൻ്റെയും മനസ്സിൻ്റെയും രീതിയിൽ നടക്കത്തില്ലായിരുന്നു. അല്ല, ജഡത്തിൻ്റെയും മനസ്സിൻ്റെയും താല്പര്യങ്ങൾക്കനുസരിച്ച് ഞാൻ നടന്നു ഇന്ന് വരെ. ഇന്ന് ഞാൻ ഇവിടെ വെച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത് ക്ഷമ പറഞ്ഞ് ഞാൻ പുതിയ ലോകത്തിലെ പുതിയ ജീവിത രീതിയിലേക്ക് തിരിയുമ്പോൾ ഇനി ഞാൻ കുടിക്കത്തില്ല, ഇനി ഞാൻ ചെയ്തു പോയ വ്യഭിചാരം ചെയ്യത്തില്ല, ഇനി ഞാൻ എന്താ പറയുക മറ്റുള്ളവരെ ഉപദ്രവിക്കത്തില്ല, മോശം വാക്കുകൾ പറയത്തില്ല, ഇതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ലേ എന്നാ എൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞു. പക്ഷേ ഇതെല്ലാം ചെയ്തത്
പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്തത് കൊണ്ടാണ് എന്ന് എനിക്ക് കിട്ടുന്നത്. ഞാൻ അത് ആ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്തതാണെന്നുള്ള ആ ഒരു വൊക്കാബുലറി അങ്ങനല്ല ഉപയോഗിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ. ഞാനൊരു അനുസരണത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. അനുസരണത്തിലല്ല നിങ്ങൾ പ്രവേശിക്കുന്നത്, നിങ്ങൾ കുറെ കാര്യങ്ങൾ വിട്ടിട്ട് ഇങ്ങോട്ട് തിരികെ ചെയ്യുന്നത്. അതാ വിട്ടിട്ട് തിരിയാനുള്ള പിന്നെ ഒരു മനസ്സുണ്ടാകുക എന്ന് പറയുന്ന ഒരു വേറൊരു സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കല്ലേ. ഒരു സിസ്റ്റത്തെ വിട്ട് വേറൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് അനുസരണം കൊണ്ടല്ല നിങ്ങൾ വിട്ടത്. അനുസരണം എന്നുള്ള വാക്ക് അവിടെ ഇല്ലെങ്കിലും, അനുസരണം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും ആത്യന്തികമായിട്ട് അത് തന്നെയല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളോട് ഇവിടെ തിരിഞ്ഞു വരുമ്പോൾ അവനെ ക്ഷമിക്കാൻ പറയുമ്പോൾ ക്ഷമിക്കണമായിരുന്നു. $5000 ഫസ്റ്റ് കൊടുത്തിട്ട് അവൻ തിരിച്ചു കിട്ടില്ല, അടുത്തത് 10000 ചോദിക്കുമ്പം കൊടുക്കണമായിരുന്നു. അത് പ്രശ്നമാണ്. അതെന്തുകൊണ്ട് പ്രശ്നമാണ്? അത് പ്രശ്നമാകുന്ന എന്നാന്ന് വെച്ചാൽ, എനിക്ക് 5000 കൊടുത്തു, അത് പോട്ടെ നോക്കാം, പിന്നെ 10000 ചോദിച്ചാൽ എന്തോ ചെയ്യും? ആര് പറഞ്ഞു കൊടുക്കണ്ടെന്ന്? ആരാ അത് കൊടുക്കണ്ടെന്ന് ആരാ പറഞ്ഞത്? കൊടുക്കണ്ട എന്ന് പറഞ്ഞോ? എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി പറയുകയാണ്. അല്ലേ? അതെ. അല്ല, എങ്ങോട്ടാ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് ആണോ ജീവിക്കുന്നത്? ബുദ്ധി പറഞ്ഞത്. സാറേ, ആത്മാവ് അങ്ങനെ വിവരക്കേട് കാണിക്കാൻ പറയുമോ? പറയും, തീർച്ചയായിട്ടും പറയും. കാരണം നിങ്ങളുടെ ഈ 5000 കെട്ടുപൊട്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ പുള്ളി പറയുന്നത്. ഓ, അത് ശരി. നിങ്ങളുടെ 5000 കെട്ട് പൊട്ടിയിട്ടില്ല, അതുകൊണ്ടായി പറയുന്നത് കൊടുക്കാൻ. ഉണ്ടല്ലേ കൊടുക്കാൻ. അല്ല, ഇല്ലാത്തവൻ പറയത്തില്ല, ഉള്ളപ്പോഴേ പറയുള്ളൂ. ഈ കെട്ടാണ് നമ്മുടെ അനുസരണം എന്ന് പറഞ്ഞ സാധനം. മനസ്സിലാകുന്നുണ്ട്? ഇത് പൊട്ടണം. ഇത് പൊട്ടാത്തടത്തോളം കാലം യുദ്ധത്തിൽ തോക്കത്തേ ഉള്ളൂ. അതായത് നമ്മളെ കെട്ടിയിട്ടേക്ക, പിന്നെ ഈ വാർഫെയർ പറഞ്ഞിട്ടൊന്നും കഥയില്ല. നമ്മൾ കെട്ടിയിട്ടിരിക്കുന്നതല്ല, മാനസാന്തരപ്പെട്ടില്ല. ശരിക്കും മാനസാന്തരത്തിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് പിടികിട്ടിട്ടില്ല ഇതുവരെ. മാനസാന്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ പാപം ചെയ്തു പോയി, ക്ഷമിക്കണമേ, ഇനി പാപം ചെയ്യത്തില്ലേ. എന്താ പാപം എന്ന് അറിയത്തില്ല. പഠിപ്പിച്ചിരിക്കുന്നത് നീ ഇന്നലെ ചെയ്ത എല്ലാത്തിനോടും ക്ഷമ ചോദിക്കുക. നീ ചെയ്തതിനല്ല ക്ഷമ ചോദിക്കേണ്ടത്. ഞാൻ അനുസരിച്ചില്ല എന്നുള്ളതിനാ. ആ ഒരു അനുസരണത്തിൻ്റെ ആണ് എനിക്ക് തിരിച്ച് റിട്ടേൺ വന്നാലേ ഇവിടെ ഈസി ആകത്തുള്ളൂ. നമുക്ക് സംഭവം നമുക്കിവിടെ ഈസി ആകണമെങ്കിൽ നമ്മൾ അനുസരണമാണ് നമുക്ക് തെറ്റിപ്പോയത് എന്നുള്ളത് വെളിപ്പാടായിട്ട് വേണം. അല്ലായെങ്കിൽ രണ്ടാമത്തെ തവണ നമ്മളെ പറ്റിക്കഴിച്ചാൽ പിന്നെ നമ്മൾ ചെയ്യത്തില്ല. മൂന്നാമത് ഒരാൾ നമ്മളോട് വഴക്ക് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് കോർക്ക് തന്നെ ചെയ്യും. അപ്പം ഈ പറഞ്ഞ യുദ്ധം വരുമ്പോഴത്തേക്കിന് നമ്മൾ ആശ്രയിക്കുന്നത് നമ്മൾ കേട്ട ശബ്ദത്തിലാണ്. എൻ്റെ മോള് കല്യാണമാകുമ്പോൾ എനിക്ക് വീട് വരും. എനിക്കിപ്പം ഈ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത് മാത്രമേ എനിക്ക് ആശ്രയമാകാറുള്ളൂ. ആ ഒരു വാക്ക് മാത്രം. അതല്ലാണ്ട് എൻ്റെ അമ്മാച്ചൻ പറയുന്ന കാര്യങ്ങൾ, ഈ ലോകത്തിൽ എൻ്റെ ഭാര്യയുടെ അപ്പം പറയുന്ന കാര്യങ്ങൾ, നീ മണ്ടനടാ, ഇതെന്താ കാത്തിരിക്കുന്നത്, എന്നെ മോളെ കെട്ടിച്ചെന്നു. അല്ല, അവർ പോസിറ്റീവായിട്ട് പറഞ്ഞാലും അതിനകത്ത് വലിയ കഥയില്ലല്ലോ. അവർ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. നല്ലതൊന്നും എനിക്ക് നല്ലതാകത്തില്ല. എപ്പോഴാ? പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിൽ ഞാൻ നിൽക്കുമ്പോൾ പലതും നല്ലതാ, പുറത്തുള്ളവർ പറയുന്നത് എല്ലാം നല്ലതാ. പക്ഷെ ഞാനത് ചെയ്തു പോയ എന്തായി പോവും? പാപമായി പോകും. എന്തുകൊണ്ടാണ്? നല്ലതാ പറയുന്നത്, നല്ലതാ ചെയ്യുന്നത്, പക്ഷേ ചെയ്തു വരുമ്പോഴത്തേന് പാപമാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അനുസരണം കേട്ടു എന്നുള്ളതാണ്. ഇപ്പം അവിടെയാണ് നമുക്ക് ഇത് പറ്റുന്നത്. അപ്പം പറഞ്ഞു പോകണ്ടെന്ന് തീർന്നില്ല പരിപാടി. കർത്താവ് പറഞ്ഞാൽ ഇന്നലെ രാത്രി ബാഗ് എടുത്തോ, ബീഹാറിലോട്ട് പോകാൻ പറഞ്ഞു.
രാവിലെ എഴുന്നേറ്റ് അപ്പം പറഞ്ഞു, ഓ അത്ര ദൂരമൊന്നും പോകണ്ട, ഇവിടെ അങ്ങ് വേല ചെയ്താൽ പോരെ. അപ്പം നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞു, നന്മയോർത്താ പറഞ്ഞത്. പക്ഷേ എന്നോട് സുവിശേഷ വേലയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ് ഞാൻ ലെറ്റർ എഴുതി എൻ്റെ പാസ്റ്റിനോട്. അങ്ങനെ ഒരു സുവിശേഷ വേലയൊന്നും ഇവിടെ ഇല്ല, മര്യാദയൊക്കെ അവിടെ ജോലി ചെയ്യണം. ഓ, ഗൾഫിൽ ജോലി ചെയ്തോണ്ടിരുന്നപ്പോ അല്ലേ? കാരണം എൻ്റെ കഷ്ടപ്പാട് പുള്ളിക്കറിയാം. എനിക്ക് വീടില്ലെത്തും എല്ലാം പുള്ളിക്കറിയാം. അങ്ങനെ സുവിശേഷ വേലയൊന്നും ഇവിടെ ഇല്ല, അവിടെ മര്യാദയ്ക്ക് ജോലി എടുത്തോ. പുള്ളി നല്ലതിന് വേണ്ടിയാ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്ക് പിടികിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താ പറഞ്ഞാൽ അനുസരണക്കേടെന്ന് പറഞ്ഞ ശക്തിയാ, ഒരാത്മാവാണ്, അത് സ്പിരിറ്റാ. പഴയത് നിന്നെ നടത്തിയ ഒരു സ്പിരിറ്റാണത്. അത് നമ്മളീ പറഞ്ഞ തിരിയാത്തടത്തോളം കാലം നമ്മളെ വിട്ടു പോകത്തില്ല. നമ്മളെ ഇങ്ങനെ പുറകേട്ട് വലിച്ചോണ്ട് ഇഴപ്പിച്ചോണ്ടിരിക്കും. ജീവിതം ഇഴച്ചഴച്ച് കൊന്നുകളയും. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം അൾട്ടിമേറ്റ് ആണെന്ന് എൻ്റെ മനസ്സ്, അതുകൊണ്ട് ആത്മാവ് രക്ഷിക്കപ്പെട്ടു, മനസ്സ് രക്ഷിക്കപ്പെട്ടിട്ടില്ല. മനസ്സിൻ്റെ രക്ഷ ദൈവം ചെയ്തിട്ടില്ല. ദൈവം നമ്മളോടാണ് പറഞ്ഞിരുന്നത്, മനസ്സ് രൂപാന്തരപ്പെട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാന്ന് എന്നോടാ പറഞ്ഞിരിക്കുന്നത്. അത് കാൽവറി ക്രൂസിലെ മരണത്താൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വിടുതൽ അല്ലല്ല, നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ സാറേ, അതിനകത്തൊരു വർക്ക് എലമെന്റ് വരികയല്ലേ? ഒരു വിശ്വാസം മാത്രം പോരാ എന്നുള്ള ഒരു സംഭവം വരികയല്ലേ? ഒരു പ്രവൃത്തിയുടെ ഇത് വരികയല്ലേ? സ്പിരിറ്റ് നിത്യജീവൻ പ്രാപിക്കുന്നതിന് ഒരു പണിയെടുക്കണ്ട, അത് ദൈവത്തിൻ്റെ കൃപയാണ്, മേഴ്സിയാൽ നടക്കുന്ന സാധനമാണ് സ്പിരിറ്റ്. അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അതിനപ്പുറം വേറെ ബ്ലെസ്സിങ് ഒന്നുമില്ല. ആത്മാവിനെ നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. അതിനൊരു പ്രവൃത്തിയും വേണം, അതിനൊരു പ്രവൃത്തി വേണ്ട. ക്രിസ്തു എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ ജീവിക്കാൻ വേണ്ടി. ഇവിടെ റോമാലേഖനത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ ശ്രേഷ്ഠവും ഉത്തമവും നല്ല ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഇത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല. റോമാലേഖനത്തിലെ വാക്യം ഏതാ? 12-ാം അധ്യായം 1-ാമത്തെ വാക്യം തൊട്ട്. റോമർ 12:1 മുതൽ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനമാണ് വായിക്കുന്നത്. ഓ സോറി. ഇത് ഇവിടെ ഞങ്ങൾക്ക് അനീഷ് കാവാൽ എന്ന് പറഞ്ഞൊരു പാസ്റ്ററുണ്ട്. പുള്ളിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വൈറലായിട്ടുള്ള ഒരു ക്ലിപ്പുണ്ട്. ഒരാളോട് വേദപുസ്തകം എന്ന് ഇനി എന്ത് വേണ്ട, ഇനി ജനിച്ചു ഒലിച്ചു തൊട്ടി ഓക്കെ. നമുക്ക് റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അത് ആരാധനയെക്കുറിച്ചാണ്. അതെ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഈ ലോകത്തിൽ ദൈവഹിതപ്രകാരം നടക്കാൻ തിരിച്ചറിയേണ്ടത്. സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല. അല്ല, ഈ ലോകത്തിൽ ഒരു കേടുപാടും കൂടാതെ സമാധാനത്തോടെ ശ്രേഷ്ഠമായിട്ട് ബ്ലെസ്സഡായിട്ട് അനുഗ്രഹിക്കപ്പെട്ട് നടക്കണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് പറഞ്ഞാൽ നേരത്തെ ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെ വികാരങ്ങളുടെയും ശക്തിയിൽ നമ്മൾ വീണുപോകരുത്. വീണുപോകാതെ നിങ്ങളുടെ മനസ്സിനെ
പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നോ അത് അൾട്ടിമേറ്റ്. അതനുസരിക്കാൻ അതിനപ്പുറം വേറൊന്നും വേണ്ട എന്നുള്ളൊരു മനസ്സിനെ ദൃഢപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് രൂപാന്തരപ്പെടുക, മനസ്സ് പുതുക്കുക എന്നുള്ള സംഭവം. മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. യേശു പറഞ്ഞ പോലെ നിന്റെ മനസ്സ് കൊച്ചു കുഞ്ഞിനെ പോലെ ആകാതെ ദൈവരാജ്യത്തിൻ്റെ 5 രൂപ കിട്ടത്തില്ല. അത് ഈ കുഞ്ഞുങ്ങളെ പോലെ, കുഞ്ഞുങ്ങളിൽ ഒരാളെ പോലെ നിങ്ങളുടെ മനസ്സാകാതെ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് ഒന്നും നേടാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞ്, ആ കൊച്ചു കുഞ്ഞ് എന്തുവാ, ഇപ്പം യേശു എന്ത് പറഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കും. അല്ലെങ്കിൽ മേളിലോട്ട് കയറ്റി നിർത്തിട്ട് ചാടിക്കോടാന്ന് പറഞ്ഞാൽ അതങ്ങ് ചാടും. ചാകുവോ ഈകുവോ അതൊന്നും ചോദിക്കത്തില്ല, ചോദ്യം. അപ്പോൾ നമ്മുടെ മനസ്സ് എന്തായിരിക്കണം? ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാകാതെ. എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ സാധനം. ക്വസ്റ്റ്യനിങ്. ഈ പരിശുദ്ധാത്മാവ് പറയുന്ന ശബ്ദത്തിന് വിരോധമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അനുസരണക്കേടിൻ്റെ ശക്തി. കൊച്ചിനെ മേളിൽ നിർത്തിയിട്ട് ചാടാൻ പറഞ്ഞാൽ അയ്യോ ഞാൻ വീഴുവോ, ചാകുവോ, എത്തുമോ, നിനക്ക് പിടിക്കാൻ പറ്റുമോ, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റീസണിങ് പവർ, കാരണം ചോദിക്കുന്ന ശക്തി എന്ന് പറയും. അപ്പം ഈ പറഞ്ഞ ഫെയ്ത്ത് എന്തിനാണ് ഉള്ളത്, നമുക്ക് വിശ്വാസം എന്തിനാണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ ഈ ശക്തികളിൽ ഈ ശബ്ദം എന്തായിപ്പോയത്, ശബ്ദം ഡൈല്യൂട്ടായി പോയത്. ഈ വരുന്ന ശക്തികളെ മൊത്തം കാക്കാനാണ് വിശ്വാസം തന്നിരിക്കുന്നത്. വിശ്വാസം പറയുന്നത് ഇല്ല, വിശ്വാസമുള്ളവൻ പറയും ഇല്ലില്ല, എൻ്റെ ദൈവം പറഞ്ഞു, എൻ്റെ ദൈവം പറഞ്ഞു എനിക്ക് വീട് തരുമെന്ന്, എൻ്റെ ദൈവം പറയാം വീട് തരുമെന്ന്. അപ്പം ഈ യുദ്ധം എന്ന് പറയുന്ന സാധനം എങ്ങാണ്ട് രാത്രിയും പകലും മാസത്തിന് 3 ദിവസം നടക്കുന്ന സംഭവമല്ല. അല്ല, ഇത് നിരന്തരം നടക്കും. ഇത് 24 മണിക്കൂർ 365 ദിവസം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അവൻ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുമ്പോൾ എൻ്റെ വായിൽ നിന്ന് വേണ്ടാത്ത വാക്കുകളൊന്നും വരാതെ സൂക്ഷിക്കണം. നമ്മളതാ പറഞ്ഞു തുടങ്ങിയത്, നമ്മളതിലേക്കാണ് വരുന്നത്. ഓക്കെ, നാവിന് വലിയ കടിഞ്ഞാണം. എൻ്റെ നാക്കാണ് ഡിസൈഡ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് വാദിക്കുന്നതല്ല അവിടെ ഡിസിഷൻ നടക്കുന്നത്, എൻ്റെ നാക്കാണ് ഡിസൈഡ് ചെയ്യുന്നത്. കോടതിയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വാദിക്കുക, അത്രേ ഉള്ളൂ. അവിടെ വാദിച്ചു ഇവൻ കൊല ചെയ്തിട്ടില്ല എന്ന് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ പറയാം ഞാൻ ചെയ്തോന്നൊരു സംശയമുണ്ട്. തീർന്നില്ല പരിപാടി. ഇവൻ വീട് കൊടുത്തേ പറ്റൂ എന്ന് പറയും. ഇവൻ പറയുക ഓ എൻ്റെ അപ്പനും വീടില്ലായിരുന്നു, എൻ്റെ അമ്മയ്ക്കും വീടില്ലായിരുന്നു, എനിക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. തീർന്നു പരിപാടി. എൻ്റെ വാക്ക് എനിക്ക് തന്നെ ശാപമായി മാറുന്നു. അപ്പോൾ നമ്മുടെ പ്രെയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മുടെ നാക്കിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്ന ഒരു കൺട്രോൾ ചെയ്ത് ജീവിക്കുന്ന നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. ഈ നാക്കിന് ശക്തി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ കരുതി മറ്റുള്ളവർക്കെതിരെയൊക്കെ നമ്മൾ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവർക്കെതിരായിട്ടൊക്കെ പറയുന്ന വാക്കുകൾ അതിനൊക്കെയാണ് ശക്തി എന്നാണ് ഞാൻ ചിന്തിച്ചത്. അല്ലല്ല, അതിനാ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. മറ്റുള്ള മുടിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യരുത് ഈ ശക്തി വെച്ച്. ഇത് നമ്മുടെ ജീവിതത്തെ ഏത് വശത്തോട്ട് കൊണ്ടുപോകണം അന്ന് തീരുമാനിക്കുന്നത് എൻ്റെ നാക്കാണ്. നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ 90% നമ്മൾ സംസാരിക്കുന്നത് മൊത്തം നെഗറ്റീവും ഇല്ല എന്നും പറഞ്ഞാണ്. അങ്ങനെ പറയരുത് ഒരിക്കൽ. ഞാനതാ പറഞ്ഞത്, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നീ പറയാൻ പോകണ്ട. കിട്ടുമില്ലോ എന്ന് രണ്ടാമത്തെ വിഷയമാണ്. പക്ഷെ തോറ്റു പോകുമെന്ന് മാത്രം പറയാൻ പോകണ്ട, ഇല്ല കിട്ടത്തില്ലെന്ന് മാത്രം പറയാൻ പോകണ്ട. കാരണം നാക്കിന്ന് പറഞ്ഞു പോയോ അതിന് ശക്തിയുണ്ട്, അതിന് അവകാശികൾ അധികം പേരുണ്ട്. അത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. അപ്പം പുത്രൻ്റെ നാക്ക് ഭയങ്കര പവർഫുള്ളാണ്. അതുകൊണ്ട് യേശു പറയും ഞാൻ മരിക്കും 3-ാം ദിവസം എഴുന്നേക്കും എന്നൊക്കെ പറയുമ്പോഴത്തേന് പത്രോസ് പറയാ എൻ്റെ ഉവ്വേ അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ.
ശരിയാ കേട്ടോ. ആ, നിനക്ക് അങ്ങനെ ഒന്നും സംഭവിക്കരുത്. ഞങ്ങളെല്ലാം ഒരു സെറ്റപ്പിൽ നിൽക്കുക. അതെ, ഈ രാജാവാകും ഇതൊക്കെ പറഞ്ഞുള്ള സെറ്റപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതെ, മരിച്ചു പോകുന്നൊന്നും പറഞ്ഞേക്കല്ലേ അവിടെ. അതെ. അപ്പോൾ പുള്ളി അപ്പോഴേ ഇത് ഓ പിശാച്. അവിടെയാണ് ഫൽസിക്കേണ്ടത്. അവിടെയാണ് വെളിപ്പാട് വരേണ്ടത്. എന്തുവാ? കാരണം യേശു പറയുന്നത്, യേശു വന്നതിൻ്റെ ഉദ്ദേശം ശബ്ദം കേട്ടിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവൻ അഭിപ്രായം പറയുന്നത് എന്തുവാ? ശബ്ദത്തെ ഡൈല്യൂട്ട് ചെയ്യിപ്പിക്കാനുള്ള അഭിപ്രായമാണ്. കേട്ടാ എന്തോ സുഖമെന്നറിയാമോ? യേശുവിന്റെ എൻ്റെ ആ ശുശ്രൂഷയുടെ മുഴുവൻ ഇതിനെ മാറ്റിക്കളയാനുള്ള ശബ്ദമാണ് പറയുന്നത്. പക്ഷെ കേട്ടാൽ നല്ല കുളിർമ കേൾക്കുന്ന ശബ്ദമാണ്. ഇപ്പോഴും നമ്മുടെ ലൈഫിലൊക്കെ ഇങ്ങനെ ഇടപെടുന്ന ആളുകളുണ്ട് അല്ലേ, പത്രോസിനെ പോലെ. സ്വന്തം ഭാര്യയുണ്ട്, സ്വന്തം ഭർത്താവുണ്ട്. ഏറ്റവും കൂടുതൽ ഫാമിലിക്കകത്ത് കൂടെ നടക്കുന്നവരാ, ഏറ്റവും അടുത്തുള്ളവരാ. കാരണം എൻ്റെ കയ്യിൽ പോക്കറ്റിൽ പൈസ ഇല്ലെന്നത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എൻ്റെ ഭാര്യയ്ക്കാ. ചാടരുത്, ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത്, എന്നെ കണ്ടിട്ട് ഇറങ്ങുന്നേ. ഏറ്റവും കൂടുതൽ നമുക്ക് ആ സമയത്ത് നമുക്ക് ശാസിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇല്ലില്ല, അതാ തീർന്നു. അതുകൊണ്ട് ആ സമയത്ത് എന്നാ വേണം? കേട്ടിട്ട് ഇതുവഴി വിടണം. കാരണം ഒന്നും പറയാനുമ്പോൾ സൂക്ഷിക്കണം. കാരണം നമ്മളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഒന്നെങ്കിൽ എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ പിള്ളേർ, അല്ലെങ്കിൽ സ്കൂളിൻ്റെ വശത്തുനിന്ന്, ഓഫീസിൻ്റെ വശത്തുനിന്ന് എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാക്കിനെ ഒന്ന് എങ്ങനെയും സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇവരെല്ലാം ഈ അനുസരണക്കേടിൻ്റെ ശക്തി കൺട്രോൾ ചെയ്യുക. കൃഷ്ണൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ നാവിനെ കടിഞ്ഞാണിട്ട് കൺട്രോൾ ചെയ്യുവാണ്. ആ വാക്കിൻ്റെയൊക്കെ ശക്തി, ആ വാക്യത്തിൻ്റെയൊക്കെ ശക്തി കൃത്യമായിട്ട്. അപ്പം ഇത് അറിയത്തില്ലെങ്കിൽ നമ്മളതിനെ തമാശയ്ക്ക് പറഞ്ഞാണ് നമ്മൾ. പക്ഷെ അത് എല്ലാം അഫക്റ്റ് ചെയ്യും. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ശബ്ദം കേട്ട സെക്കൻഡിൽ അവൻ്റെ ദൂതന്മാർ കാര്യം. അതാണ് റൂളേഴ്സും പ്രിൻസിപ്പൾസും ചെയ്യുന്നത്. ഞാനൊന്ന് വാ തുറക്കാൻ കാത്തിരിക്കുക, ഉള്ളതിനെ എടുത്തുകൊണ്ട് പോകാനായിട്ട്, എന്നെ കാലിയാക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഇപ്പോൾ ഞങ്ങളൊരു മീറ്റിംഗ് നടത്തി, 500 പാസ്റ്റർമാർക്ക് വേണ്ടിയിട്ട് ഞാൻ നടത്തിയൊരു മീറ്റിംഗ്. അപ്പോൾ അതിന് വേണം ഒരു 3 ലക്ഷം രൂപയുടെ അടുത്ത് വേണം ചിലവ്. എൻ്റെ കൂടെ നടക്കുന്നവർക്കറിയാം എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലെന്നുള്ള കാര്യം അറിയാം. അപ്പം ഞാൻ കൂളായിട്ട് നടന്ന് മീറ്റിങ്ങിനെല്ലാം നടത്തുന്നു, വിളിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ലാസ്റ്റ് ഒരു ദിവസം മുന്നേ അതിൻ്റെ കൂട്ടത്തിൽ നടന്ന സുനിൽ പാസ്റ്ററേ പൈസ വല്ലോ ആയോ? എടാ ഇനി ഒരു ദിവസം കിടക്കുമല്ലേ. അന്ന് കറക്റ്റ് ഇപ്പോൾ ഒരാൾ വന്നിട്ട് പൈസ ചോദിക്കുന്നു, ഈ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തു, ഈ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തു, ഈ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തപ്പോഴൊന്നും പരിപാടി കംപ്ലീറ്റ്ലി അങ്ങ് തീർന്നു. അപ്പം നമ്മുടെ ശബ്ദം, നമ്മുടെ മനസ്സ് കംപ്ലീറ്റ്ലി എന്താ പറയുക, AI കൺട്രോൾഡ് പോലെ ആയിരിക്കണം. നമ്മളുടെ ജീവിതം ലൂസ് ടോക്കോ അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിൽ സംസാരിക്കുന്ന ഒരു ശബ്ദം നമ്മുടെ നാക്കിൽ നിന്ന് വരാൻ പാടില്ല. കാരണം നമുക്ക് അധികാരമുള്ളത് നാക്കിയാലാണ്. നമുക്ക് അധികാരമുള്ളത് നാക്കിയാലാണ്. വേറെ ഒരു അവയവവും നമുക്ക് പ്രവർത്തിക്കാനില്ല. കൂടുതൽ പ്രവർത്തിക്കാനാകെ അധികാരമുള്ളത് നാക്കിൻ്റെ മേളിൽ. അപ്പോൾ യുദ്ധത്തിൽ ഒന്ന് ഫെയ്ത്ത് നമ്മളെ ഫെയ്ത്ത് എന്ന് പറയുന്നത് കാക്കാൻ. എന്ത് കാക്കാനാ? ദൈവം പറഞ്ഞിട്ടുള്ളതിനെ ആ വാക്കിനെ കാക്കുക. ശത്രുവിൻ്റെ അമ്പുകൾ ഒന്നും വന്ന് തൊട്ട് ആ വാക്ക് ഡൈല്യൂട്ടായി പോകരുത്, അതിനെ കാക്കണം. ഇന്നൊന്ന് നാക്കി വാടെന്ന് വന്ന നാക്കിലുള്ള ശബ്ദമാണ്, അത് പറയണം, കൺഫസ് ചെയ്യണം. ഇത് രണ്ടും അബ്രഹാം റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞത്, അവൻ ഏകദേശം 100 വയസ്സായെന്നും തൻ്റെ ഭാര്യയുടെ നിർജീവത്വം വായിച്ച റോമാലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം.
18 മുതൽ വായിക്കുമ്പോൾ, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന പോലെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഓക്കെ, ഈ ഗ്രഹിച്ചിട്ടും എന്ന് പറയുന്നത് മനസ്സിലായി, അവനത് മനസ്സിലായി, അവനറിയാം എന്ത് അവൻ പ്രായമായെന്നും അവൻ്റെ ഭാര്യയ്ക്ക് ഇനിയും അവർ പ്രസവിക്കാൻ സാധ്യതയില്ലെന്നും എല്ലാം അവനറിയാം. പക്ഷെ അതെല്ലാം അറിയുമ്പോൾ തന്നെ അറിവിനപ്പുറം എന്ത് ചെയ്തു? ഇത് ഇസാഹാക്ക് ജനിക്കുന്നതിന് മുൻപത്തെ കാര്യമാണോ, ഇസാഹാക്ക് ജനിച്ച് യാഗം കഴിക്കുമ്പോഴത്തെ കാര്യമാണ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇത് ഇസാഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോഴായി പറഞ്ഞത് ആണോ? അതിനെ നീതിയായി കണക്കിട്ടു എന്നുള്ളത് പറയുന്നുണ്ട്. ഇസഹാക്കിനെ യാഗം കഴിഞ്ഞിട്ടാണ് അത് നീതിയായി കണക്കിടുന്നത്. അപ്പം ഇസഹാക്കിനെ കൊണ്ടുപോകുമ്പോഴത്തെ കാര്യമാണ് ഈ പറയുന്നത്. അവന് അറിയാം 100 വയസ്സ് കഴിഞ്ഞെന്നും തൻ്റെ ഭാര്യയുടെ നിർജീവത്വം അറിയാം. ഇനി കുഞ്ഞുണ്ടാകത്തില്ലെന്നറിയാം. ഓ ഓ ഓ ഓ ഓ ഓ അല്ലാതെ 75-ാം വയസ്സിൽ ഇത് കിട്ടിയിട്ട് കാത്തിരുന്ന 25 വർഷത്തെ ചിന്തയല്ല. ഞാൻ എനിക്ക് ഉള്ളതിനെ എന്ത് ചെയ്യുന്നു? അനുസരിക്കുന്നു, യാഗമാക്കുന്നു. ചാരത്തിൽ നിന്ന് എനിക്ക് കുഞ്ഞിനെ തരാൻ ദൈവത്തിന് അപ്പം എല്ലാം ഗ്രഹിച്ച് കഴിഞ്ഞിട്ട്. പക്ഷെ ഉണ്ടല്ലോ, ഈ ഭാഗം പാസ്റ്റേഴ്സ് പ്രസംഗിക്കുന്ന മുഴുവൻ ഞാൻ കേട്ടിട്ടുള്ളത് അവൻ്റെ ഭാര്യയ്ക്ക് മുന്നത്തെ കാര്യമായി പറഞ്ഞു. ഇത് പറയുന്നത് ഇത് ശരിക്കും ഉള്ള ഇത് സത്യത്തിൽ ഇതാ. കാരണം ഓൾറെഡി എല്ലാം സിസ്റ്റം എല്ലാം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അവിടെ പറയുന്നത് ഇപ്പോൾ ഉള്ള ഈ മോൻ 14-15 വയസ്സുള്ള ഈ പയ്യനെ യാഗം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സാധ്യതയും എന്തില്ല, കിട്ടാൻ സാധ്യതയൊന്നും ഇല്ല. ഒരു സാധ്യതയില്ല. അപ്പോഴാണ് അവൻ പറയുന്നത്, എല്ലാം ഗ്രഹിച്ചു കഴിഞ്ഞിട്ട് അവൻ പറയുക, ദൈവം പറഞ്ഞ വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ്. ഇതിനെക്കാട്ടിലെല്ലാം വലുതാണ് ദൈവം പറഞ്ഞ വാക്ക്, അല്ലേ? റിയാലിറ്റിയെക്കാട്ടിലും പ്രധാനമാണ്. അവൻ ആ കാക്കുന്ന കണ്ടോ, അവൻ്റെ ഫെയ്ത്ത് എന്ത് ചെയ്യുക? ദൈവം പറഞ്ഞ ശബ്ദത്തെ കാക്കുക ചെയ്യുന്നത്. ദൈവം പറഞ്ഞ ശബ്ദത്തെ കാക്കുക ചെയ്യുന്നത്. ഇവൻ ചത്താലും ഇനി ഒരു കുഞ്ഞിനെയും കൂടെ തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇവനെ ഞാൻ ചാരമാക്കിയാലും ആ ചാരത്തിൽ നിന്ന് എനിക്കൊരു കുഞ്ഞിനെ നൽകാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അവൻ്റെ ഫെയ്ത്ത് എന്ത് ചെയ്യുക? ആ വചനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം യുദ്ധ അമ്പുകൾ എവിടുന്നാണ് വരുന്നത്? സ്വന്തം മനസ്സിൽ നിന്നാണ് വരുന്നത്. എടാ, ഗർഭകാലം കഴിഞ്ഞു പോയി നിൻ്റെ ഭാര്യയുടെ, നീ ഓവർ 100 വയസ്സ് കഴിഞ്ഞു പോയി. അല്ലാതെ അവിടെ സാത്താൻ നേരിട്ട് നിൽക്കുമൊന്നും ഒന്നുമില്ല. സ്വന്തം മനസ്സിൽ നിന്നാണ് ഗ്രഹിച്ചിട്ടാവും പറയുന്നത്. അവൻ്റെ അമ്പ അവൻ്റെ ഉള്ളിൽ തന്നെ വരുന്നത്. ഒരു കാര്യം അവിടെ ഒന്ന് ചോദിച്ചോട്ടെ. അതൊരു വശം, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള തോന്നലുകൾ, ചിന്തകൾ, ബുദ്ധി, ജ്ഞാനം, അറിവ്, ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലുണ്ടാകുന്ന നമ്മുടെ ധാരണകൾ, നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഒരു വശം. അതെല്ലാം ഇങ്ങനെ ഒരു തീയമ്പുകളായിട്ട് നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതല്ലേ സാർ പറഞ്ഞതിനകത്തുള്ള നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ശബ്ദത്തിലുള്ള വിശ്വാസത്തെ, ദൈവത്തിൻ്റെ നമ്മളോടുള്ള വാഗ്ദത്തത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദത്തെ അതിലുള്ള വിശ്വാസത്തെ തകർക്കാനായിട്ടുള്ള തീയമ്പുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ചിന്തകളിൽ നിന്ന്, നമ്മുടെ അറിവിൽ നിന്ന്, നമ്മുടെ ജ്ഞാനത്തിൽ നിന്ന്, നമ്മുടെ സാഹചര്യങ്ങൾ വെച്ച് ഒക്കെ നമ്മൾ മനസ്സിൽ എന്ത് ചെയ്യുന്നു? ഗ്രഹിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഉണ്ടാകുന്നു. ഓക്കെ, അതൊരു വശം. 2, ഈ പോരാട്ടം എന്നുള്ള വിഷയത്തിലാണ്.
വാർഫെയർ ആണല്ലോ നമ്മുടെ. ഡയറക്റ്റ് സാത്താൻ്റെ അറ്റാക്കുകളില്ലേ നമുക്ക്? സാത്താന്യ ഇപ്പം സാത്താന് ഇത് ഈവിൽ സ്പിരിറ്റ് എന്നാ പറയുന്നത് അല്ലേ? സൈറ്റൻ എന്നൊന്നും ആരും പറയത്തില്ല. ബൈബിളിൽ പറയുന്നുള്ള ഈവിൽ സ്പിരിറ്റ് എന്നാ പറയുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ഈവിൽ സ്പിരിറ്റ്? മലയാളത്തിൽ എങ്ങനെ ഈവിൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്? ദുരാത്മാവ്. ഓക്കെ, ദുരാത്മാവ് ഒരു ശരിക്കുള്ള ട്രാൻസ്ലേഷൻ അല്ല. ഈവിൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ചീത്ത ആത്മാവ്. ഗുഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഹോളി സ്പിരിറ്റാണ്. ബാക്കിയുള്ളക്ക് ഈവിൾ സ്പിരിറ്റാണ്. ഈവിൾ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഈ ചീത്ത സ്വഭാവമുള്ള ആത്മാവാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ നേരത്തെ കണ്ടു ഈ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളും മനസ്സിൻ്റെ ചിന്തയും പ്രകാരം കോപത്തിൻ്റെ അനുസരണത്തിൻ്റെ ആത്മാവ്, അനുസരണക്കേടിൻ്റെ ആത്മാവ് നിങ്ങൾ കോപപ്പെട്ട് നടന്നു. അപ്പോഴൊക്കെയും അപ്പോൾ ഈവിൾ സ്പിരിറ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവത്തെ ഇപ്പം കഴിഞ്ഞ വർഷം പാസ്റ്റർ പറഞ്ഞു ഇനിയിപ്പം നമുക്ക് ഗലാത്യ 5 പ്രസംഗിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഗലാത്യ 5 എന്ന് പറയുന്നത് പ്രസംഗിച്ച് ഫലിപ്പിച്ച് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സാധനമല്ലത്. അത് എന്താ പറയുക, പാപത്തിൻ്റെ ഫലങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് പ്രസംഗിച്ച് നന്നാക്കി നടത്താൻ പറ്റിയ സാധനം അല്ലത്. അല്ല. പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് അല്ല. ഫ്രൂട്ട് ആകണമെങ്കിൽ എൻ്റെ ഈ ശരീരം കംപ്ലീറ്റ്ലി മരിച്ച് പരിശുദ്ധാത്മാവ് എൻ്റെ കൈ, കാല്, ചിന്ത, മനസ്സ്, കണ്ണ്, ചെവി, മൂക്ക് എല്ലാത്തിലൂടെയും പരിശുദ്ധാത്മാവ് മാനിഫെസ്റ്റ് ആകുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫ്രൂട്ടായിട്ട് വരുന്നത്. അപ്പോൾ ആ ഫ്രൂട്ട് ആവണമെങ്കിൽ ഞാൻ മരിക്കണം. കംപ്ലീറ്റ്ലി എൻ്റെ ബോധമോ എൻ്റെ ചിന്തയോ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫ്രൂട്ടായിട്ട് വരത്തില്ല. ഇല്ല. അപ്പോൾ കംപ്ലീറ്റ്ലി ഞാനങ്ങ് മരിക്കുമ്പോഴാണ് ഈ ഫ്രൂട്ട് എൻ്റെ ഈ ബോഡിയെ കംപ്ലീറ്റ്ലി പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക, എക്സർസൈസ് ചെയ്യാൻ വിട്ടുകൊടുക്കുമ്പോഴാണ് ഇത് ഫ്രൂട്ടായിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഈ പാപത്തിൻ്റെ സ്വഭാവം ഉണ്ടാകുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഇല്ലാത്തത് കൊണ്ടല്ല, പരിശുദ്ധാത്മാവുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പരിശുദ്ധാത്മാവ് അല്ലാത്ത സ്പിരിറ്റുകൾക്ക് എൻ്റെ ശരീരത്തെ വിട്ടുകൊടുത്തിരിക്കുക. അവിടെയുള്ള സ്പിരിറ്റ് എന്തൊക്കെയാണ്? കോപം, 5:19 വായിക്കാം. അനുസരണക്കേടെന്ന് വായിച്ചത് എഫേസ്യ ലേഖനം 5 ഗലാത്യ ലേഖനം 5:22 ഹോളി സ്പിരിറ്റിൻ്റെ ഫ്രൂട്ടാണ്. അതിൻ്റെ മേൽ 19 തന്നു. 5:19 അല്ലേ? ജഡത്തിൻ്റെ പ്രവൃത്തികളും ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, തൊന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം വിശ്വാസിയുടെ കയ്യിലുണ്ട്. ഒന്നുകൂടെ വായിച്ചേ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ അനുസരണം കെട്ട നടപ്പ്. അതെ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്ത നടപ്പ്. അശുദ്ധി എന്ന അൺഹോളിനെസ് ആണോ? അതുപോലെ കുറച്ചുകൂടെ ശുദ്ധിയുള്ളവരാ. ഓക്കെ, വിട്ടാരെ. വെള്ള വസ്ത്രമൊക്കെ ഇടുന്നു. പിന്നെ അശുദ്ധി, പിന്നെ ദുഷ്കാമം, അത് എല്ലാവർക്കും ഉണ്ട്. വേണ്ടാത്ത കാമം, അത് വായിച്ച് കൂടുതൽ പറയേണ്ടത് പോട്ടെ. വിഗ്രഹാരാധന, അനുസരണക്കേട വിഗ്രഹാരാധന അല്ലേ ബൈബിൾ പറയുന്നത്? നേരത്തെ പറഞ്ഞ obedience is better than sacrifice. Obedience is equivalent, disobedience is equivalent to witchcraft. അതെ. ഇപ്പം ആഭിചാരവും വിച്ച്ക്രാഫ്റ്റും അനുസരണക്കേടും ഇതെല്ലാം ഈ ഡിസൊബീഡിയൻസിലാണ് വരുന്നത്. ഓക്കെ, അത് നല്ലോണം ഉണ്ട്. ആഭിചാരം, പകയില്ലാത്ത ആരുണ്ട്? ഒരു ബിഷപ്പ് പകയില്ലാതില്ല. പിന്നെ പറ, പോട്ടെ. പിന്നെ പിണക്കം, അത് പിന്നെ ഇല്ല ഇല്ലാത്ത ഒരു സാധനമാണ് പിണക്കം. പിണക്കം, ജാരശങ്ക, ക്രോധം, അത് പിന്നെ ഇല്ല. ശാഠ്യം, അതൊട്ടും ഇല്ല.
ദ്വന്ദ്വപക്ഷം, പിന്നെ ഇന്നെന്താണ് അസൂയ, അതൊക്കെ ഇല്ലേ? ഭിന്നത, ആ, ഭിന്നത പിന്നെ ഇല്ല. ഇല്ല, അസൂയ, ആ മദ്യപാനം, ആ അത് പിന്നെ കുഴപ്പമില്ല. അത് വിട്ടല്ലേ. വെറിക്കൂത്ത്, ആ വെറിക്കൂത്ത് എന്ന് പറയുമ്പോൾ ആ ഓക്കെ. ഇതിൻ്റെ അകത്ത് 90%ഉം ഇന്നത്തെ ചർച്ചിൻ്റെ അകത്തുള്ളത് കാര്യമാണ്. ഈ വക പ്രവർത്തിക്കുന്നവനൊന്നും ദൈവരാജ്യ അവകാശമാക്കത്തില്ലെന്ന് ഇവിടെ എഴുതി വെച്ചത്. അത് ഞാൻ പറയാം, ഞാൻ പറയട്ടെ. അപ്പോൾ ഇവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോളി സ്പിരിറ്റ് അല്ല. അല്ല, മനസ്സിലായില്ലേ? ഹോളി സ്പിരിറ്റ് അല്ല ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. ഹോളി സ്പിരിറ്റിന്റെ ഫ്രൂട്ടിനല്ല ഇവർ വിട്ടുകൊടുത്തിരിക്കുന്നത്, ഈവിൾ സ്പിരിറ്റിന്. അപ്പോൾ ഈവിൾ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 4 കൊമ്പും നാക്കിത്ര നീളമുള്ള സാധനം അല്ല. ഈവിൾ സ്പിരിറ്റ് എന്ന് പറയുന്നത് ചീത്ത സ്വഭാവത്തെ, ഓരോ ഇപ്പം ഈ അസൂയ എന്ന് പറയുന്ന ഒരു ആത്മാവാണ്. അസൂയ എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റാണ്, മനസ്സിലായില്ലേ? അത് എൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതാണ് എൻ്റെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് സാംചാൻ നന്നാകുന്ന കാണുമ്പോഴത്തേക്കിന് എനിക്ക് അസൂയായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അസൂയ, പക, പിണക്കം, ഇതൊക്കെ ഓരോ സ്പിരിറ്റാ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് മറ്റേതെങ്കിൽ ഇത് ദുരാത്മാവിന്റെ സ്പിരിറ്റാ, ദുരാത്മാവിന്റെ ഫലമാ. അപ്പം നമ്മുടെ ഉള്ളിൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈവിൾ സ്പിരിറ്റ്. ഈവിൾ സ്പിരിറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, സ്വഭാവവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സ്പിരിറ്റ്സ് ആണ്. അപ്പൊ ഈ ഒണീഡയുടെ പരസ്യത്തിലുള്ള പോലുള്ള സംഭവം നമ്മളതാണ് അവനെയാണ് ചവിട്ടി ഓടിക്കുന്നത്. അതെ, പൊട്ടിച്ചിട്ട് കാലൊക്കെ ചവിട്ടി ഇടിക്കുന്ന പലരുടെയും ചർച്ചിന്റെ ഫ്ലോറൊക്കെ ചവിട്ടി ചവിട്ടി പൊട്ടിച്ചിരിക്കുക. യേശുവിന്റെ നാമത്തിൽ പോട്ടെ. അപ്പം ഇതാണ് ഈവിൾ സ്പിരിറ്റ് എന്ന് അറിയത്തില്ല. കഷ്ടം. ഈവിൾ സ്പിരിറ്റ് എന്ന് പറയുന്നത് സ്വഭാവമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വേറെ രാജ്യത്തിൻ്റെ പ്രിൻസിപ്പാലിറ്റീസും റൂളേഴ്സും ഒക്കെ സ്വഭാവത്തെ, കെട്ട സ്വഭാവത്തെ കൊണ്ടു നടക്കുന്ന ആത്മാക്കളായത്. മനസ്സിലായില്ല? അത് എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഫ്രൂട്ട് എൻ്റെ ഉള്ളിൽ വരും. പിണക്കമുള്ളതെന്നുകൊണ്ട് സ്വഭാവമല്ല പിണക്കം, അത് ദുരാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. എപ്പോഴും പിണങ്ങി നടക്കുന്നതാണെങ്കിൽ പക്ക ദുരാത്മാവാണ് ഉള്ളിലുള്ളത്. അപ്പം ഈ യേശു ഒരുത്തൻ്റെ അകത്തുനിന്ന് ഈ ദുരാത്മാവിനെ പുറത്താക്കി അത് പന്നിയിലോട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം ആ ആത്മാവ് ഏതാ? അതും അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സ്പിരിറ്റ് ആയിരുന്നു. അത് അവനെ തന്നെ ഹേറ്റ് ചെയ്യിപ്പിക്കുന്ന സ്പിരിറ്റ്. അവൻ എന്ത് ചെയ്തുകൊണ്ടിരുന്ന സ്വയം അവൻ കീറി മുറിച്ച് സൂയിസൈഡൽ സ്പിരിറ്റ്. ഇതിനകത്ത് പല സ്പിരിറ്റ്, റിജക്ഷൻ സ്പിരിറ്റ് ഉണ്ട്. അവനെ വീട്ടുകാരും സ്നേഹിച്ചിരുന്നില്ല എന്നുള്ള ചിന്ത. അവൻ സെമിത്തേരിയിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അവനെ തന്നെ കീറുമായിരുന്നു ചെയ്തുകൊണ്ട്. ഒരാൾ നമ്മളെ തന്നെ കീറണമെങ്കിൽ അർത്ഥം എന്തുവാ? എനിക്ക് എന്നോട് തന്നെ ഇഷ്ടമില്ലാതെ വരുമ്പോഴാണ് ഈ ശരീരത്തെ കീറാൻ തുടങ്ങുന്നത്. ഹെയ്റ്റേഡ് സ്പിരിറ്റാണെന്നുള്ളത്, മനസ്സിലായാലേ? ഇത് ഈ പറഞ്ഞ അസൂയയുടെയും കോപത്തിൻ്റെയും പകയുടെയും സ്പിരിറ്റിൻ്റെ ഒരു 3-4 പൊസിഷൻസ് ഉണ്ട്. ഓരോ ഇതുണ്ട്. സ്പിരിറ്റിൽ നടത്തുക എന്നുണ്ട്. സ്പിരിറ്റ് എന്ന അതിനെ എളുപ്പമാണ് നമുക്ക് ടാക്കിൾ ചെയ്യാം. സ്പിരിറ്റ് വസിക്കാൻ തുടങ്ങും നമ്മുടെ ഉള്ളിൽ. ഈ വസിച്ച് അത് കംപ്ലീറ്റ്ലി നമ്മളെ ആധിപത്യം എടുക്കാൻ തുടങ്ങും. അത് ഒബ്സഷൻ എന്ന് പറയും, പൊസഷൻ എന്ന് പറയും. മനസ്സിലായില്ലേ? 3-4 സ്റ്റേജസ് ഉണ്ട്. ഈ സ്പിരിറ്റ് നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ഇപ്പോൾ ചെറുപ്പം കൊച്ചു പെണ്ണ നമ്മുടെ വീട് കംപ്ലീറ്റ്ലി നമ്മളെ കൺട്രോൾ ചെയ്യും, പൊസസ് ചെയ്യണം. പൊസസ് ചെയ്ത് നമ്മുടെ സ്വഭാവത്തിലൂടെയാണ് ഈ സ്പിരിറ്റുകൾ പൊസസ് ചെയ്യുന്നത്. റെഗുലറായിട്ട് അവരുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ തിരസ്കരിക്കത്തില്ല അപ്പനും അമ്മയും. പക്ഷെ അവർക്ക് തോന്നുന്നത് എൻ്റെ അപ്പനും അമ്മയും എന്നെ സ്നേഹിക്കുന്നില്ല. തിരസ്കാരത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ തന്നെ വന്ന് കയറാൻ തുടങ്ങും. അത് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് ആരെയും ഇഷ്ടമില്ലാണ്ടാകുന്നു. അപ്പനെ ഇഷ്ടമില്ല, അമ്മയെ ഇഷ്ടമില്ല, അനിയനെ ഇഷ്ടമില്ല, ചേട്ടനെ ഇഷ്ടമില്ല. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ആരാൻ തപ്പാൻ തുടങ്ങുന്നത് ഈ സ്പിരിറ്റ്. എവിടെയെങ്കിലും കൊണ്ട് കുടുക്കിൽ പോയി വീഴും. അപ്പം ഈ ഈവിൾ സ്പിരിറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ക്യാരക്ടറുമായിട്ട് എൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്ത് വന്ന് കയറുന്ന സ്പിരിറ്റ്സാണ്. ഈവിൾ സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനം വേറൊരു രാജ്യത്തിൻ്റെ പ്രിൻസിപ്പാലിറ്റീസും റൂളേഴ്സുമാണ്.
അവരുടെ പേരുകൾ തന്നെയാണ് ആങ്കറും അസൂയയും ഇതൊക്കെ. പിണക്കവും. പിശാച് എന്നുള്ള പേര് പറയേണ്ടത്. അവൻ്റെ പുറത്ത് ഇത് കോപത്തിൻ്റെ ആത്മാവായ ഇവൻ, പിണക്കത്തിൻ്റെ ആത്മാവായ ഇവൻ, അത് അസൂയയുടെ ആത്മാവായ ഇത്. ഇവൻ്റെ പേര് തന്നെ അസൂയ എന്ന, ഒരു ആത്മാവിൻ്റെ പേര് അസൂയ എന്ന. എൻ്റെ ഉള്ളിൽ അസൂയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മാവ് കിടക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് പറയുന്നത് സ്നേഹം, സന്തോഷം, താഴ്മ, സഹിഷ്ണുത, സദ്ഗുണം. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നാണ് അർത്ഥം. അതെന്നെ പഠിപ്പിച്ച് ആടിച്ച് ഇതൊന്നും മാറ്റാൻ പറ്റത്തില്ല. എത്ര കാറി കൂവിയാലും ഒരു ചർച്ചിൽ പിണങ്ങാനുള്ളവൻ നന്നാകത്തില്ല. അവൻ അതുകൊണ്ടാണ് ഈ കൈയടിക്കുകയും അന്യഭാഷ പറയുകയും ഒക്കെ ചെയ്യുന്ന പാർട്ടികൾ തന്നെ അവരെ കൺട്രോൾ ചെയ്യുന്നത് സ്പിരിറ്റ് വരെയാണ്. പരിശുദ്ധാത്മാവ് ഉണ്ട്, പക്ഷെ ആ സമയത്ത് എന്നാവും, പരിശുദ്ധാത്മാവ് കംപ്ലീറ്റ്ലി അങ്ങ് സൈലന്റ് ആവും നമ്മുടെ ഉള്ളിൽ. എന്ന് പറഞ്ഞാൽ ഇത് രക്ഷിക്കപ്പെട്ടതാ, രക്ഷിക്കപ്പെട്ട് അഭിഷേകവും പ്രാപിച്ച കംപ്ലീറ്റ്ലി ഇവൻ സൈലന്റ് ആവും. പരിശുദ്ധാത്മാവ് നടത്തത്തില്ല പിന്നെ നമ്മളെ. ഇങ്ങനെ എക്സ്ട്രീം ആകുന്നവരെയാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറഞ്ഞു, ഒന്നവനെ ഉപദേശിക്ക്, അവൻ കേട്ടില്ല, അവനെ 2 പോയി ഉപദേശിക്ക്, 5 പേര് പോയി ഉപദേശിക്ക്, സഭയായിട്ട് ഉപദേശിക്ക്. കേട്ടില്ല എങ്കിൽ അവനെ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഏതിനാ? അവൻ്റെ ശരീരത്തെ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനെ അല്ല. അല്ലല്ല, അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ശരീരത്തെ സാത്താൻ്റെ ദണ്ഡിപ്പിക്കാൻ വിട്ടുകൊടുത്തേ. കഷ്ടം. അത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഉള്ളത് കൊണ്ട് അവൻ്റെ ആത്മാവ് സുരക്ഷിതമാണ്, രക്ഷയാണ്. പക്ഷേ ശരീരത്തെ ദണ്ഡിപ്പിക്കാൻ വിട്ടുകൊടുക്കും. ഇത് ഒരിക്കലും ഇത് പ്രൊസസ്സാകാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ വിടത്തില്ല. നമ്മുടെ കുടുംബത്തെ സമസ്യ, പ്രശ്നങ്ങളാ, ഭാര്യനെ ഇഷ്ടമില്ല, മക്കളെ ഇഷ്ടമില്ല, ഈ പ്രശ്നങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? രക്ഷിക്കപ്പെട്ടതാണ്. അപ്പം ഇതൊക്കെ ഓരോ സ്പിരിറ്റുകളാണ്. ഈവിൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തലയെ കൊമ്പുള്ളതിനെ അതൊന്നുമല്ല. ഈവിൽ സ്പിരിറ്റ് നമ്മുടെ തൊട്ടിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ നടപ്പുണ്ട്. എപ്പോൾ ഞാൻ വാതിൽ തുറന്നു കൊടുക്കുന്നോ അവിടെ കയറിയിരിക്കാൻ വേണ്ടിയിട്ട്. തമ്പിയുടെ ഹൃദയം എന്നും പറഞ്ഞിട്ടൊരു ട്രാക്ട് ഉണ്ട്, കൊച്ചു ബുക്കിലൊക്കെ പണ്ടത്തെ അതിനകത്തുണ്ട് സാധനം ഉണ്ട്, കോപത്തിൻ്റെയും ഒക്കെ. ആമ, പാമ്പ്, ഒക്കെ പന്നി. അപ്പോൾ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രീം പോയിട്ട് ഏതാണ്ടൊക്കെ ചെയ്യാൻ നോക്കാതെ അതിനെ ലോവർ ലെവലിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ ഉള്ളിലുള്ളത് ഏത് ആത്മാവിൻ്റെ ഫലമാണ് വരുന്നതെന്നുള്ളത് എക്സർസൈസ് ചെയ്ത് ഡെയിലി നോക്കിയിട്ട് പരിശുദ്ധാത്മാവിന് സ്ഥലം കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിന് നമ്മുടെ ബാക്കിയുള്ള ഇതെല്ലാം സപ്രസ്ഡായിട്ട് പുറത്തു വന്നു. പരിശുദ്ധാത്മാവില്ല സ്നേഹം എക്സർസൈസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കോപം താനേ ഇല്ലാണ്ടായിപ്പോയി, ഇതായിപ്പോവും. നമ്മുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് എത്രമാത്രം വലുതാകുന്നോ ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും. അപ്പം ഈ ഫെയ്ത്ത് എന്ന് പറയുന്നതാണ് ഈ ശബ്ദത്തെ കാക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര വർഷം അതാണ് അബ്രഹാം അവസാനം പറയുന്നത്, എനിക്കെല്ലാം അറിയാം, നടക്കത്തില്ലെന്ന് അറിഞ്ഞാലും ഞാൻ പറഞ്ഞ ശബ്ദത്തെ കാക്കുക, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും. യഹോവ ഈരെ, നല്ല ശബ്ദമല്ലേ? ഇസഹാക്ക് ചോദിച്ചു, അപ്പാ എവിടെയാ? കരുതിക്കൊള്ളു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അബ്രഹാം ഇസഹാക്കിനോട് അപ്പം പറഞ്ഞ ഒരു വാക്കാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അന്നേരം പെട്ടെന്നുണ്ടായി പറഞ്ഞൊന്നുമല്ല, അതവൻ്റെ ജീവിതത്തിൽ അവൻ ഉറപ്പുള്ളത് കൊണ്ട് പറഞ്ഞത് അല്ല. അവനോട് അവൻ്റെ ചിന്തയിൽ നടക്കത്തില്ല എന്ന് ചിന്ത വാദിക്കുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവനോട് പറഞ്ഞൊരു വാക്യമാണ്, യഹോവൈരേ, ദൈവം കരുതും. ദൈവം കരുതും. അവൻ്റെ മനസ്സ് അവനോട് നടക്കത്തില്ല എന്നൊക്കെ വാദിക്കുമ്പോഴും അവൻ പറയുന്നത്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും. യുദ്ധം എന്ന് പറയുന്നത് മനസ്സിന് തോന്നുന്നത് പറയുന്നതല്ല, ദൈവം കരുതും. അസാധ്യമായിട്ടുള്ള സമയത്തും ആശയ്ക്ക് വിരോധമായി ആശയോടെ അവൻ പറഞ്ഞു, ദൈവം കരുതും. അഭിപ്രായങ്ങൾ വിളിച്ചു പോകുന്നതല്ല. നാക്ക് തന്നിരിക്കുന്നത് സാഹചര്യത്തിൻ്റെ അഭിപ്രായം വിളിച്ചു പോകാനല്ല. നമ്മുടെ പ്രയർ 90% സാഹചര്യത്തിൻ്റെ അഭിപ്രായത്തെ വിളിച്ചു പോകുന്നതാണ്.
ക്യാൻസറാണേ, ഡോക്ടർ പറഞ്ഞേ, ഇല്ലയെന്ന് പറഞ്ഞേ, നടക്കത്തില്ലെന്ന് പറഞ്ഞേ, മരിച്ചു പോകുമെന്ന് പറഞ്ഞേ, 4 മാസമാണേ, ഇന്ന് ചത്തുപോകുമെന്ന് പറഞ്ഞാൽ പോലും അതിൽ ചിരിച്ചിട്ട് പറയും, എൻ്റെ ദൈവം ജീവിക്കും, ഞാനും ജീവിക്കും. ഇന്ന് ചാകാനുള്ളതിന് ഇനി ഒരു 10 ദിവസം കൂടെ സമയം ദൈവം തരും. ഏതായാലും ചാകും. മരണത്തോടെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ നാക്കേല അധികാരം പുത്രൻ്റെ. നമ്മൾ യേശു എന്തുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റെ? യേശു എന്തുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റത്? വാഗ്ദാനം ഉണ്ടായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റതിന് പല കാരണങ്ങളുണ്ട്. വാഗ്ദാനം പൊട്ടനെ പോലെ വിളിച്ചു പറയുമായിരുന്നു. നിങ്ങളാണ് വിളിച്ചു പറയൂ. നിങ്ങളുടെ മേൽ വാഗ്ദാനമുണ്ട്, നിങ്ങൾക്കറിയാം. വിളിച്ചു പറയൂ. ആരോടും പറയത്തില്ല. നാണംകെട്ട പരിപാടിയാണ് ചത്തടി ഞാൻ എഴുതേക്കുമെന്ന് പറഞ്ഞു. തല്ലിക്കൊല്ലും. യേശു വിളിച്ചു പറഞ്ഞുകൊണ്ടേ നടന്നു. എന്നെ കൊന്നുനോക്ക്, 3-ാം ദിവസം ഞാൻ. നീ പറയുന്നതിനപ്പുറം പരിശുദ്ധാത്മാവ് അത് വിട്ടു ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ശക്തിയാണ് ഞാൻ പറയുന്നത്. അത് കർത്താവ് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അബ്രാമിൻ്റെ പേര് ദൈവം മാറ്റി. അബ്രാം എന്ന് പറയുന്നത് അബ്രഹാമാക്കി. എന്തുവാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ അനേക കുഞ്ഞുങ്ങൾക്ക് പിതാവാകുന്നു. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ജനം കളിയാക്കാനുള്ളതാണെങ്കിലും അവൻ പറയുന്നത് ഞാൻ അബ്രഹാമാണ്, ഞാൻ അനേക സന്താനങ്ങൾക്ക് പിതാവാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ നാക്ക് എത്രമാത്രം പറയുന്നോ അത്ര മാത്രം ശക്തിയാണ്. പലർക്കും വിശ്വാസം എന്ന് പറയുന്നത് അതാണ്. ദൈവം പറഞ്ഞു, ദൈവം ചെയ്യും. ദൈവം എന്ത് പറഞ്ഞു? ഏത് ദൈവം? ദൈവം ചെയ്യും. ഏത് ദൈവം? അല്ലാഹു ആണോ, കൃഷ്ണനാണോ? ആര് ചെയ്യും? ഏത് ദൈവം? ഇന്ന് എന്നോട് എൻ്റെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഡെഫിനറ്റായി എൻ്റെ ദൈവം ഇന്നലെ രാത്രി എൻ്റെ ദൂതൻ വന്ന് എന്നോട് പറഞ്ഞു. ഡെഫിനറ്റായിരിക്കട്ടെ പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഇന്നത് നടക്കുമെന്നുള്ളത്. അത് വിട്ട് ഇതൊരു ഒരുമാതിരി സ്പേസിലോട്ട് പറയുന്നത് വാക്യൂമാണ്. ദൈവം ചെയ്യും. എൻ്റെ ഫെയ്ത്തിന് ഉറപ്പുണ്ടാണ്. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒന്ന് നിൽക്കാനുള്ള ഉറപ്പും ഈ ഫെയ്ത്ത് തന്നെ കാക്കുകയും ചെയ്യണം. അതിന് കാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. ഈ കാത്തില്ല എവിടെ ഡിസോൾവ് ആയി പോവോ ഈ വചനം എന്ന് പറഞ്ഞ സാധനം. എന്താ പറയുന്നത്? നീ വിശ്വസിക്കാൻ ഒരാളില്ല എങ്കിൽ അത് ഒരു പ്രയോജനമില്ല, ഡിസോൾവ് ആയി പോകും. വിശ്വസിക്കാൻ ആളില്ല. അതാണ് യേശു പറഞ്ഞത്, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അത്ഭുതം പോലും നടന്നില്ല, കാരണം അവർ വിശ്വസിച്ചില്ല. അപ്പം എൻ്റെ ഡ്യൂട്ടിയാണ് പുത്രൻ എന്നുള്ള നിലയിൽ അപ്പം പറഞ്ഞതും പരിശുദ്ധാത്മാവ് പറഞ്ഞതായിട്ടുള്ള ശബ്ദം വിശ്വസിക്കുക. ഒറ്റ ഡ്യൂട്ടിയേ എനിക്കുള്ളൂ. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. പാസ്റ്റർ വിനോദ് ചാക്കോ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സ്പിരിച്വൽ വാർഫെയർ എന്താണ്, അതെങ്ങനെയാണ് എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. നമ്മുടെ നാവിന്മേലാണ് അധികാരമിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ശത്രുവായി കരുതുന്ന ആത്മമണ്ഡലത്തിലെ ജീവികളെയാണ്. എന്നാൽ ആ ജീവികൾക്കപ്പുറത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന പകയുടെ, പിണക്കത്തിൻ്റെ ഒക്കെ ആത്മാക്കളുണ്ട്. അവരുടെ ശക്തിയുണ്ട്. അതിനെതിരെ നമ്മുടെ വിശ്വാസത്തെ, അല്ലെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞ വാക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനുള്ള ആ ഒരു ഷീൽഡ് നമുക്കുണ്ട്. അത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇതാണ് നമ്മളോട് കർത്താവിൻ്റെ ദാസൻ സംസാരിച്ചത്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാകാം, ചോദ്യങ്ങളുണ്ടാകാം. നമ്മൾ ചെയ്തു വന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കാം, നമ്മൾ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കാം അദ്ദേഹം ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ മുൻപിൽ തുറന്നു കാണിച്ചത്. പല ഉദാഹരണങ്ങളിലൂടെ
ഞങ്ങളുടെ സംഭാഷണങ്ങളിൽ അതൊക്കെ വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാകാം. ആ സംശയങ്ങൾ, ചോദ്യങ്ങൾ എന്തു തന്നെയാകട്ടെ, നിങ്ങൾ കമൻ്റ് ചെയ്യുക. കർത്താവിൻ്റെ ദാസൻ അടുത്ത എപ്പിസോഡിൽ അതിനുള്ള ഉത്തരങ്ങൾ നൽകുവാൻ ശ്രമിക്കുന്നതാണ്. മറ്റൊരു കാര്യം കൂടെ, കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും പറയട്ടെ. പാസ്റ്റർ വിനോദ് ചാക്കോ മെയ് മാസത്തിൽ 2 ദിവസം കേരളത്തിലുണ്ടാകും. കേരളത്തിൽ 2 സ്ഥലങ്ങളിൽ, അതായത് തിരുവല്ലയിലും തൃശ്ശൂരിലും ഓരോ ദിവസത്തെ ക്യാമ്പ് നടക്കും. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയങ്ങളിൽ നടക്കുന്ന ആ പ്രത്യേക സമ്മേളനങ്ങളിൽ 100 പേർക്ക് വീതമായിരിക്കും പ്രവേശനം ഉണ്ടാകുക. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ അതിൽ പ്രവേശനം ഉണ്ടാകുകയുള്ളൂ. സ്ഥലം, ഡേറ്റ് ഇത് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ മുൻകൂട്ടി നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. കർത്താവിൻ്റെ ദാസനുമായി സംഭാഷണം നടത്തുവാനും അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേൾക്കുവാനും ഒക്കെയുള്ള അവസരമാണ് നമ്മുടെ മുൻപിൽ ഒരുങ്ങുന്നത്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു. God bless.